പരമാവധി ഫോർമാലിറ്റികൾ ഒഴിവാക്കിയാൽ അത്രയും സമയം ലാഭിക്കാം, അത്രയും നമുക്ക് കാര്യങ്ങൾ കേൾക്കാം, അത്രയും ആശയോത്പാദനങ്ങൾ സംഭവിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ടി എൻ പ്രതാപൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹരിതം ബുക്സിൻ്റെ 25ാം വർഷത്തിലെ പ്രധാന പുസ്തകങ്ങളിലൊന്നായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ഔദ്യോഗികമായിട്ട് നടന്നിട്ടില്ല, അത് തൃശ്ശൂർ വെച്ച് നടക്കാനിരിക്കുന്നതാണ്. മാത്രവുമല്ല, ആ പുസ്തകം ഒരു ക്ഷമാപണം കൂടി ആവശ്യമുണ്ട്. എം പി സുരേന്ദ്രനും ശ്രീകുമാറിനും ആ പുസ്തകം എത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങളിവിടെ ഈ എക്സിബിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട്. പക്ഷെ തീർച്ചയായും ഇവരൊക്കെ പ്രതാപനെ ധാരാളമായിട്ട് വായിച്ചിട്ടുണ്ട്, അതാത് സമയങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പ്രതാപൻ്റെ എഴുത്ത് മാത്രമല്ല, പ്രതാപൻ്റെ ജീവിതം വായിച്ചിട്ടുണ്ട്. പ്രതാപൻ്റെ ജീവിതത്തിലൂടെ പ്രതാപൻ മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനം വായിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ ഒരു ഷാർജ ബുക്ക് ഫെസ്റ്റിവലിനാണ് പ്രതാപനും ഞാനുമായിട്ടൊരു അടുപ്പം സംഭവിക്കുന്നത് 4-5 വർഷം മുമ്പ്. അപ്പം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവരുമായിട്ടും ഇടപഴകി ജീവിക്കാൻ ഒരു മനുഷ്യൻ എങ്ങനെ കഴിയുന്നു എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിരുന്നു. മസിൽ പിടുത്തം ഒന്നും ആവശ്യമില്ല, പക്ഷെ എന്നാൽ പോലും നമുക്കില്ലേ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കാൻ എങ്ങനെ കഴിയും? ഉമ്മൻചാണ്ടിയുണ്ട്, അങ്ങനെ പലരുമുണ്ട്, ആരുമില്ല, ഒരേ ഒരു പ്രതാപൻ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പിന്നീട് വന്ന തലമുറയിൽ ഇതൊരു അത്ഭുതമായിട്ട് മുന്നോട്ട് നിൽക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതാപൻ്റെ ജീവിതത്തിലൂടെ, ദർശനത്തിലൂടെ, ബാല്യത്തിലൂടെ, കൗമാരത്തിലൂടെ, പൊള്ളുന്ന കൗമാരം, പൊള്ളുന്ന ബാല്യം, നമ്മളൊന്നും അത്തരം ഒരു ക്രൂരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മളൊന്നും കടന്നു പോയിട്ടില്ല. അങ്ങനെയുള്ളത് അതൊക്കെ തുറന്നെഴുതിയിട്ടുമുണ്ട്, അതാത് കാലങ്ങളിൽ തുറന്നെഴുതിയിട്ടുണ്ട്. അത് പ്രതാപൻ്റെ ഉയർച്ച ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലേ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് പ്രതാപൻ്റെ ഈ പുസ്തകത്തിന് ആദ്യമായി എം പി സുരേന്ദ്രനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. മറ്റൊന്ന്, രണ്ടുപേരും തൃശ്ശൂരാണ്, നിങ്ങൾക്കറിയാം. എം പി സുരേന്ദ്രൻ മാതൃഭൂമിയുടെ വളരെ മുതിർന്ന പത്രപ്രവർത്തകനാണ്. മറ്റൊന്ന് വീക്ഷണത്തിലും നമ്മുടെ ദൃശ്യമാധ്യമ ചർച്ചകളിലുമൊക്കെ വരുന്ന ശ്രീകുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഡോക്ടർ എം ആർ തമ്പാനെ തിരുവനന്തപുരത്ത് ഞാൻ ആരോട് എന്ത് പറയാൻ, എന്തല്ല ഡോക്ടർ എം ആർ തമ്പാൻ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഡോക്ടർ എം ആർ തമ്പാനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. NS അബ്ദുൽ ഹമീദ്, അദ്ദേഹം നമുക്ക് പെട്ടെന്ന് കടന്നു വന്ന നമ്മുടെ ഒരു അതിഥിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദി നിയന്ത്രിക്കാൻ വേണ്ടി ഡോക്ടർ എം ആർ തമ്പാനെ ക്ഷണിക്കുന്നു. ആമുഖ പ്രഭാഷണത്തിനായി ശ്രീ എം പി സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. ഡോക്ടർ എം ആർ തമ്പാൻ, ശ്രീ പ്രതാപൻ തായാട്ട്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനൻ ശ്രീകുമാർ, നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം ടി എൻ പ്രതാപൻ, പിന്നെ അബ്ദുൾ ഹമീദ്, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് സ്കോളറാണ് അദ്ദേഹം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വാഗതം. പ്രതാപൻ തായാട്ട് ടി എൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ ഒരു പുസ്തകം ഇറക്കുകയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അത് കൂടുതൽ ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. എഴുത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഐതിഹാസികമായിട്ടുള്ള ലാളിത്യം, അതെന്താണെന്ന് കൂടുതൽ മലയാളികൾ അറിയേണ്ടതുണ്ട് എന്നത് പ്രത്യേകിച്ച് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രതാപൻ്റെ ഈ ആദ്യത്തെ പുസ്തകം ഓർമ്മകളുടെ സ്നേഹതീരം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ മുഖക്കുറിപ്പുകൾ, അച്ഛൻ വന്ന് വിളക്കൂതി എന്നീ 3 പുസ്തകങ്ങളെ വായിച്ചിട്ടുള്ളൂ. ഇനിയും 2 പുസ്തകങ്ങൾ എനിക്ക് അദ്ദേഹം എത്തിക്കാമെന്ന് പറഞ്ഞ് ഇതുവരെ അദ്ദേഹം എത്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ പുസ്തകങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഈ ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, അറിയിക്കലാണ്. പ്രഥമമായ ധർമ്മം എന്നുള്ളത് അറിയിക്കലാണ്. പക്ഷേ ആ ഭാഷ നിങ്ങൾക്ക് കുറച്ചുകൂടി അനുഭവവേദ്യമാക്കി തരുമ്പോഴാണ് അത് സർഗാത്മകമായിട്ടുള്ള ഒരു രചനയായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ആശയ നിവേദനത്തിൽ നിന്ന് അത് അനുഭവത്തിലേക്ക് കടക്കുമ്പോൾ
പെട്ടെന്ന് അത് വളരെ സർഗാത്മകമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ സർഗാത്മകമായിട്ട് മാറുന്നതിന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പ്രതാപനെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അനേകം പ്രകൃതിയോടുള്ള ബന്ധങ്ങളും, രണ്ടാമത്തത് അദ്ദേഹം ഇടപെട്ട വ്യക്തികളാണെന്നും എനിക്ക് തോന്നുന്നു. മലയാളത്തിലെ ഏറ്റവും ലളിതമായിട്ട് എഴുതുന്ന കവി കുഞ്ഞുണ്ണി മാഷാണ്. പ്രതാപൻ്റെ കടൽ തീരത്ത് നിന്ന് കുഞ്ഞുണ്ണി മാഷ വീട്ടിലേക്ക് ഒരു നീണ്ട വിളി വിളിച്ചാൽ മതി, ആ വീട്ടിലേക്ക്, അധികാരത്തെ വീട്ടിലേക്ക് എത്തും. അത്ര ദൂരം കുറവാണ്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് നമ്മളെ പഠിപ്പിച്ചതും ഏകദേശം ഭാഷയുടെ ലാളിത്യം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കേവലം കവിതയുടെ ഒരു അനുഭവ ലോകം സൃഷ്ടിക്കാൻ കഴിയുക എന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ ഞാൻ പ്രതാപൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകം വായിച്ചു നോക്കി. ഞാൻ ആ പുസ്തകത്തിൻ്റെ വായനയിൽ പ്രതാപൻ എഴുതുന്ന ഓരോ വാക്കുകളുടെയും അതിൻ്റെ സൂക്ഷ്മതയും അതിൻ്റെ കൃത്യതയും അതിൻ്റെ സാന്ദ്രതയും ഒക്കെ എന്നെ തീർത്തും കീഴടങ്ങി കഴിഞ്ഞു. ഞാനിത് ടി.എൻ. പ്രതാപൻ തന്നെയാണോ എഴുതിയതെന്ന് പോലും ഞാൻ സംശയിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും സഹായികളുണ്ടായിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് ആരും സഹായം ഉണ്ടാവാനാ, ഞാൻ ഈ കോവിഡ് കാലത്ത് ഇത് മുഴുവൻ കുത്തിക്കുറിച്ച് വീണ്ടും അത് എഴുതി, വീണ്ടും മാറ്റി എഴുതി, വീണ്ടും മാറ്റി എഴുതി, ഞാൻ അനേകം തവണ മാറ്റി എഴുതിയിട്ടാണ് ഞാൻ ഈ പുസ്തകം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ പുസ്തകത്തിന് അങ്ങനെ തൊട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ ഈ അനുഭവം എന്ന് പറയണത്, ഞാൻ ഇന്നലെയാണ് ഞാൻ ഈ ഗോവിന്ദക്കുറുപ്പ് എന്ന് പറയുന്ന വള്ളത്തോളിൻ്റെ മകൻ എൻ്റെ അടുത്ത് ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും അവസാനം അച്ഛൻ ബധിരനായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛനോട് വർത്തമാനം പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമായിരുന്നില്ല. അപ്പം ഞങ്ങൾ അച്ഛൻ്റെ പുറത്ത് ഞങ്ങൾ എഴുതുമായിരുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പോൾ അച്ഛാ ഞാൻ പോകുന്നു എന്നൊക്കെ പുറത്ത് എഴുതിയിട്ടാണ് പോവുക. വള്ളത്തോൾ, അപ്പോൾ ആ സമയത്തൊക്കെ വള്ളത്തോൾ കമിഴ്ന്ന് കിടക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഗോവിന്ദക്കുറുപ്പും അച്യുതക്കുറുപ്പൊക്കെ ബാലകൃഷ്ണക്കുറുപ്പൊക്കെ അങ്ങനെ എഴുതിയിട്ടാണ് അങ്ങനെ പോവുക. അപ്പോൾ ഈ കഥ അദ്ദേഹം പറഞ്ഞിട്ട് അത് വൈക്കം ചന്ദ്രശേഖരൻ നായർ അതിനെക്കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വള്ളത്തോൾ മരിച്ചു കിടക്കുന്ന സമയത്ത്, കലാമണ്ഡലത്തിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് പോകുന്നത് വൈക്കം ചന്ദ്രശേഖരൻ നായർ അവിടെ പോവുകയാണ്. അപ്പോൾ ഗോവിന്ദക്കുറുപ്പിൻ്റെ കൈ പിടിക്കുകയാണ്. അതാണ് കഥ. ഗോവിന്ദക്കുറുപ്പിനോട് കയ്യമ്മൽ ഇങ്ങനെ എഴുതുകയാണ്, ഇങ്ങനെ അനിയ എന്ന് വൈക്കം എഴുതുകയാണ്. ആ ഒരൊറ്റ വാക്ക് മതി അത് അത്രമാത്രം ഒരു അനുഭവം ആയി മാറാൻ. ആ വാക്ക് മാത്രം മതി. എന്നിട്ട് അവിടെ നിന്ന നിൽപ്പിലാണ് വൈക്കം ചന്ദ്രശേഖരൻ നായർ മലയാളത്തിലെ ഇന്നേ വരെ എഴുതിയിട്ടുള്ള മരണക്കുറിപ്പുകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മരണക്കുറിപ്പ് അദ്ദേഹം ഒരു സിഗരറ്റ് പാക്കറ്റ് മേൽ എഴുതി അദ്ദേഹം ജനയുഗത്തിന് നൽകുകയാണ്. അതിൻ്റെ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്, അത് 7 തിരിയിട്ട നിലവിളക്കിന് കീഴെ, 7 തിരിയിട്ട നിലവിളക്കിന് കീഴെ വള്ളത്തോൾ, ദീർഘാഭാംഗനായ വള്ളത്തോൾ നിർനിമേഷനായി കിടന്നു എന്നാണ് എഴുതിയത്. ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 7 തിരിയിട്ട വിളക്കെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കഥകളി വന്നു. പിന്നെ നമ്മളവിടെ കഥകളിയുടെ ആചാര്യൻ എന്നൊന്നും സൂചിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായ വാക്കുകൾ കൊണ്ട് ഏറ്റവും വലിയ ഒരു അനുഭവ ലോകത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇതുതന്നെയാണ് ഒരർത്ഥത്തിൽ പ്രതാപൻ തൻ്റെ കൃതികളിലുടനീളം ചെയ്തത്. അതിന് ഭാഷയുടെ ഏറ്റവും ലാളിത്യം നിറഞ്ഞ ഒരു സൗന്ദര്യം അതിന് ലഭിച്ചു എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു ലോകത്തിൽ മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല അനുഭവങ്ങളുള്ള ഏത് കൃതികൾ നിങ്ങളെടുത്തോ, ഇവൻ എൻ്റെ പ്രിയ സി ജെ എടുത്ത് നോക്കിക്കോളൂ, അവരൊരു എഴുത്തുകാരിയല്ല. പക്ഷേ എം പി പോളിൻ്റെ ആ സഹധർമ്മിണി പോളിനേക്കാളും മനോഹരമായിട്ടുള്ളൊരു ഭാഷ കൊണ്ട് ഒരു വലിയ അനുഭവ ലോകത്തെ അവർ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെയും അതുപോലെ തന്നെ പ്രതാപൻ ചെയ്തത് ആ തൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ അമ്മ, സഹോദരന്മാർ, അദ്ദേഹത്തിന് മുലപ്പാൽ കൊടുത്ത അടുത്ത വീട്ടിലെ സ്ത്രീ, അതിൻ്റെ അപ്പുറത്തുള്ള അനേകം മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കുടികൾ, അവരുടെ ചാളകളിലുള്ള മനുഷ്യർ, ഇതിനൊക്കെ അപ്പുറത്തായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന തിളയ്ക്കുന്ന അപാരമായിട്ടുള്ളൊരു കടൽ. ആ കടലിൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്നത് പോലെ ഒരു ജീവിതം പ്രതാപൻ്റെ ഉള്ളിൽ മിരമ്പുന്നുണ്ട്. പ്രതാപൻ അത് എടുത്തു പറയാണ്. ആ തിളക്കലിനേക്കാൾ ഒരുപക്ഷെ കടലിന് ഉഷ്ണജലപ്രവാഹങ്ങളൊക്കെ ഉണ്ടാവാം അതിൻ്റെ ഉള്ളിൽ, പക്ഷെ അതിനേക്കാൾ തീക്ഷ്ണമായാണ് എൻ്റെ പ്രശ്നങ്ങൾ. അത് കടലിന് പോലും അറിയാത്ത വേദനയുണ്ട്. പക്ഷേ ഈ കടലിനെ ഇതിലൊരു കഥാപാത്രമായിട്ട് ആവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഈ കടൽ എന്ന് പറയുന്നത് ലോകത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ കഥാപാത്രം അതാണ്. ഞാൻ തകഴിയെ വായിക്കുന്നു, ഞാൻ ചെമ്മീൻ വായിക്കുന്നു,
ഞാൻ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും വായിക്കുന്നു. അതിൽ കടലും അതിൽ ഭൂമിയിലൊക്കെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വിശപ്പ്, എൻ്റെ ജീവിതം, എനിക്ക് വായിക്കാൻ ഭക്ഷണത്തിനേക്കാൾ ഉപരിയായി എനിക്ക് വായിക്കാനുള്ള എൻ്റെ അമിതമായിട്ടുള്ള എൻ്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, പുസ്തകം തേടിയുള്ള എൻ്റെ യാത്ര, ഒരു പുസ്തകം പോലും വാങ്ങിക്കാൻ പറ്റാത്ത എൻ്റെ അവസ്ഥ, ഇത്തരത്തിൽ തന്നെ രൂപപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയ ഒരു വായനാ ലോകത്തിനെ കുറിച്ച് അദ്ദേഹം ആദ്യ പുസ്തകം മുതൽ അവസാന പുസ്തകം വരെ പറയാണ്. ഇപ്പോൾ അച്ഛൻ വന്ന് വിളക്കൂതി എന്നുള്ള പുസ്തകത്തിലൊക്കെ അതാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ കണ്ടൻറ്റ്, ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ അത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു രചനയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ നമ്മുടെ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയമുണ്ട്, ഇന്നലത്തെ മഹാവ്യക്തികളുണ്ട്, എല്ലാമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം അതിൽ അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചിട്ടുള്ളൊരു പരാമർശമുണ്ട്. അതിൽ അബ്ദുൽ കലാം ആസാദ് നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു ഇന്നത്തെ ഗവൺമെൻറ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പോൾ പുസ്തകത്തിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോൾ ആരാണ് അബ്ദുൽ കലാം ആസാദ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് 14 വയസ്സിൽ സാർവത്രിക വിദ്യാഭ്യാസം നടത്തിയ ആൾ, പ്രഖ്യാപിച്ച ആൾ, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം UGC ഉണ്ടാക്കിയ ആൾ, ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് ലളിതകലാ അക്കാദമിയും സാഹിത്യ അക്കാദമിയും സാംസ്കാരിക അക്കാദമി ഉണ്ടാക്കിയ ആൾ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്ര ഗവേഷണ കൗൺസിൽ ഉണ്ടാക്കിയ ആൾ. ആ ആസാദിലാണ് ലോകത്തിൽ ഐൻസ്റ്റീനുമുണ്ട്, ലോകത്തിൽ ടോൾസ്റ്റോയുമുണ്ട്, ഇവർ രണ്ടുപേരും ആസാദിനുമുണ്ടെന്ന് ഗാന്ധിജി പറയുന്നത്. ആ ആസാദിനെ പാഠപുസ്തകത്തിൽ നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രതാപൻ്റെ രോഷം അവിടെ തിളക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് നീക്കം ചെയ്ത്, ഈ മഹാനായ ഇന്ത്യയുടെ പുത്രനെ നീക്കം ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം അതിലെഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ സമകാലിക രാഷ്ട്രീയത്തിൽ അനേകം അനുഭവങ്ങളെ അദ്ദേഹം ഇവിടെ എഴുതുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വായിക്കാൻ നിങ്ങളോട്. അദ്ദേഹം പുസ്തകങ്ങൾ എടുക്കാൻ ഒരു സ്കൂളിൽ പോകുമ്പോൾ അവിടെ 30 പുസ്തകങ്ങൾ അദ്ദേഹം കാണാണ് അലമാരിയുടെ ഉള്ളിൽ. ആ ഓരോ പുസ്തകവും അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്, വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അത് എത്രയോ നാളുകളായി അലമാരിയുടെ ഉള്ളിൽ നിശബ്ദമായിട്ട് കിടക്കുന്ന പുസ്തകമാണ്. പക്ഷെ പ്രതാപൻ അത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്: തണുത്ത മര അലമാരയ്ക്കുള്ളിൽ തണുപ്പിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുടെ ഗന്ധം എനിക്ക് ചുറ്റും വലയം തീർക്കുന്നത് ഞാൻ അറിഞ്ഞു. ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രം. വായനക്കാരൻ്റെ കരസ്പർശമേൽക്കാതെ ധ്യാനത്തിലിരിക്കുന്ന ആ മഹാപർവ്വതങ്ങളെ നോക്കി അതിനെ ഒന്ന് തൊട്ടത് എനിക്ക് ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട്. ആ ഓരോ പുസ്തകത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ ലോകത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് മഹാപർവ്വതമായിട്ടാണ്. ഇനി കടലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു: ഈ പഞ്ചാരമണലിൽ കാലമർത്തി നിൽക്കുമ്പോൾ ഓർമ്മകളുടെ വേലിയേറ്റത്തിലൂടെ കടലമ്മ എല്ലാം പറഞ്ഞു തരികയാണ്. ഉപ്പ് കുറുക്കി ശരീരത്തിൽ തേച്ചു തരികയാണ്. ആ പഴയ കാലത്തെ ഉപ്പിൻ്റെ രുചി, കണ്ണീരിൻ്റെ രുചി എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള ആ രചനകൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ പുസ്തകം വാസ്തവത്തിൽ ഒരു മലയാള സാഹിത്യത്തിലൊരു ബിരുദാനന്തര ബിരുദമോ ഒരു ഗവേഷണമോ ബിരുദമോ ഇല്ലാത്ത ആൾ, ജനങ്ങളുമായിട്ട് നിത്യബന്ധം പുലർത്തുന്ന ആൾ, കടലിനോടും മനുഷ്യരോടും ഒക്കെ വലിയ സ്നേഹമസൃണമായിട്ടുള്ളൊരു വലിയ ഊഷ്മള ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ, പ്രകൃതിയെ നിരന്തരമായിട്ട് ഒരു അനുഭവ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരാൾ എഴുതുന്ന വാക്കുകൾക്ക് ഞാൻ വിചാരിക്കുന്നു അതിൻ്റേതായിട്ടുള്ളൊരു നൈസർഗികത ഉണ്ടാവും. ഈ നൈസർഗികതയിലാണ് പ്രതാപൻ്റെ ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് പ്രതാപൻ ഈ പുസ്തകം എഴുതിയെന്ന് പറയുമ്പോൾ, ഞാൻ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഭിമാനം, പ്രതാപൻ എഴുതിയിട്ടുള്ള ഈ പുസ്തകം മലയാള ഭാഷയ്ക്ക് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു തിരുമുൽ കാഴ്ചയാണ്. അതാണ് ആ പുസ്തകത്തിൻ്റെ ആത്മാവ്. ആ ഭാഷയെ സമ്പന്നമാക്കുന്നതിന് വേണ്ടി ഒരു ജനകീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആ ഭാഷയുടെ ജീനിയസിനെ കണ്ടറിഞ്ഞ് അദ്ദേഹം ഭാഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു പുസ്തകമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇത് മലയാളികളുടെ മുമ്പിൽ ചെന്നിരിക്കാൻ എല്ലാ അർത്ഥത്തിലും അർഹതയുള്ളൊരു പുസ്തകമാണ്. അദ്ദേഹം എഴുതിയതെല്ലാം അദ്ദേഹത്തിന് വീണ്ടും അങ്ങനെ എഴുതാനുള്ള പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ആശംസകൾ നേരുന്നു. ശ്രീകുമാർ. പ്രിയമുള്ളവരെ, സമയക്കുറവ് മൂലം മുഖവരിയില്ല. TN പ്രതാപനും ഞാനും വിദ്യാർത്ഥി കാലം തൊട്ട്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തൊട്ട് ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. പ്രതാപൻ്റെ പുസ്തകത്തെക്കുറിച്ച് കേരള നിയമസഭയുടെ ഒരു
ഹാളിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കേണ്ടി വരുമെന്ന് എനിക്കോ ഇങ്ങനെ പുസ്തകം എഴുതേണ്ടി വരുമെന്ന് പ്രതാപനോ അക്കാലത്ത് ധരിച്ചിരുന്നില്ല. പക്ഷേ പ്രതാപൻ എന്തുകൊണ്ട് എഴുതി എന്നൊരു ചോദ്യമുണ്ട്. പ്രതാപൻ എങ്ങനെയാണ് എഴുതിയത് എന്നൊരു ചോദ്യമുണ്ട്. പ്രതാപൻ എന്തുകൊണ്ടാണ് ഇനി എഴുതാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആലോചിക്കേണ്ട കാര്യമില്ല പ്രതാപൻ എഴുതാൻ. നമ്മൾ എഴുതുമ്പോൾ ആലോചിച്ചെഴുതുക എന്ന് പറയും. ആലോചിച്ചെഴുതുമ്പോൾ കള്ളത്തരം വരും. പ്രതാപൻ ആലോചിക്കണ്ട. കാരണം കീറിയ കാക്കി ട്രൗസറിട്ട് തളിക്കുളം സ്കൂളിൽ നിന്നും തൃശ്ശൂർ DCC ഓഫീസിലേക്ക് KSUവിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാമെന്ന പ്രതാപനെ എനിക്കറിയാം. ആ പ്രതാപൻ എന്തിനാണ് ആലോചിക്കേണ്ടി വരിക? EMS പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതുന്നത് ചുമട്ടുതൊഴിലാളിക്കും വായിച്ചാൽ മനസ്സിലാവണം. അത് പ്രതാപൻ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രതാപൻ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രതാപൻ എഴുതുന്നതെല്ലാം മലയാള ഭാഷയുടെ ഓരോ അക്ഷരങ്ങൾ കൂട്ടിവെച്ചാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ. ഒരുവിധ സാഹിത്യ ഭാഷയും അതിലില്ല. മീൻ, കടൽ, കര, അമ്മ, അച്ഛൻ എന്നൊക്കെയാണ്. അത്രയും ലാളിത്യമുള്ളത് എന്തുകൊണ്ട് പ്രതാപൻ എഴുതാൻ പറ്റി? കാരണം പ്രതാപൻ്റെ ജീവിതം പ്രതാപൻ ആലോചിച്ചെഴുതേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ പ്രതാപൻ്റെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറഞ്ഞില്ലേ. പ്രതാപൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്ന് കരുതിയൊരു ഘട്ടമുണ്ടായിരുന്നു. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ 10-24 വയസ്സുള്ളപ്പോൾ. ജീവിക്കാൻ വേണ്ടി ഒരു സഹകരണ ബാങ്കിൽ അപ്രൈസറായിട്ട് ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഞാനിന്ന് പത്രപ്രവർത്തകനായിട്ടേ ഉള്ളൂ. അന്ന് പ്രതാപൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞു എന്ന് ചിലർ ചിന്തിച്ചു. അത് പ്രതാപൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ പ്രതാപൻ പെട്ടെന്ന് നാട്ടിൽ MLA ആകുന്നു. 1 അല്ല 2 അല്ല 3 തവണ. പിന്നെ കൊടുങ്ങല്ലൂർ MLA ആകുന്നു. പിന്നെ തൃശ്ശൂർ MP ആകുന്നു. ഇതിനിടയിൽ 5 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഈ 5 പുസ്തകങ്ങളും പ്രതാപൻ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ അറിയാം, അതിലെല്ലാത്തിലും പ്രതാപൻ്റെ ജീവിതമുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, കടലുണ്ട്, മീനുണ്ട്, കപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു ചെറിയ കാര്യം, ഭാര്യ രമ ഇന്ന് വൈകിട്ട് കപ്പ മുറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രതാപൻ ആ കപ്പയെക്കുറിച്ച് ഓർക്കുകയാണ്. എന്നിട്ട് പ്രതാപൻ എഴുതുകയാണ്, ഒരു രാത്രിയിൽ അത്താഴത്തിൻ്റെ വകയില്ലാതെ അച്ഛനും അമ്മയും മക്കളും ഇങ്ങനെ കൂരയിലിരിക്കുമ്പോൾ മഴ ചാറുന്നുണ്ട്. ഞാൻ പോയിട്ട് തൊട്ടടുത്ത ഒരു ഉമ്മയുടെ വീട്ടിൽ നിന്നും മരച്ചീനി കട്ടുകൊണ്ടുവന്നു, കപ്പ കട്ടുകൊണ്ടുവന്നു. എന്നിട്ടത് പ്രതാപൻ തന്നെ അരിഞ്ഞ് വെള്ളത്തിലിട്ട്, പ്രതാപൻ്റെ ഭാഷയാണിത്, പ്രതാപൻ കറി വയ്ക്കുന്നു, ഉണക്കമീനും മുളകും ഒരു കൂട്ടാനാക്കുന്നു. എല്ലാവരും കഴിക്കുന്നു, അമ്മ കഴിക്കുന്നില്ല. കാരണം അമ്മയ്ക്ക് മകനൊരു കള്ളത്തരം ചെയ്തു എന്ന് സംശയം. എൻ്റെ മനസ്സ് വ്യാകുലമാകുന്നു എന്ന് പ്രതാപൻ പറയുന്നു. പിറ്റേന്ന് അദ്ദേഹം ആ ഉമ്മയെ പോയി കാണുന്നു. ഉമ്മ തിരിച്ചു വന്ന് അമ്മയെ ചീത്ത പറയുന്നു. കാരണം അത്താഴപ്പട്ടിയിൽ നിന്ന് രക്ഷിച്ച മകനെയല്ലേ നിങ്ങൾ പ്രശംസിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഇത് വളരെ ലളിതമായിട്ട് പ്രതാപൻ എഴുതാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രതാപൻ ആലോചിക്കേണ്ട കാര്യമില്ല, കപ്പ തന്ന കാര്യമാണ്. അത് രമ ഭാര്യ കപ്പ നുറുക്കുന്ന സമയത്ത് പ്രതാപൻ ആലോചിക്കുമ്പോൾ ആ ഭൂതകാലം പെട്ടെന്ന് ഓടിയെത്തുകയാണ്. അപ്പോൾ എന്തിനാണ് ആലോചിക്കേണ്ട കാര്യം? അതുപോലെ തന്നെ പ്രതാപന് ക്വാറൻറ്റൈൻ കാലത്ത് എഴുതുമ്പോൾ അതിലൊരു അധ്യായമുണ്ട്. ക്വാറൻറ്റൈൻ ഇരിക്കുന്നൊരു അദ്ദേഹം MP ആണ്. ക്വാറൻറ്റൈൻ ഇരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ ആ ക്വാറൻറ്റൈൻ റൂമും ബാത്റൂമും ഒക്കെ കാണുന്നു. അപ്പോൾ പ്രധാനം ആലോചിക്കുകയാണ്, പണ്ട് കുടിലിൽ ഒരു മുറിയിൽ ഓല വെച്ച മുറിയിൽ അമ്മയും അച്ഛനും സഹോദരങ്ങളും കിടന്നുറങ്ങുകയാണ്. സഹോദരങ്ങൾക്ക് അമ്മയ്ക്കും മൂത്രമൊഴിക്കണേ രാത്രി പുറത്ത് എവിടെയോ പോകണം, പകൽ നേരത്തെ എണീറ്റ് പോകണം. സൂര്യനെ കാണും മുമ്പ് പ്രാഥമിക കർത്തവ്യം നിർവഹിക്കേണ്ട അച്ഛൻ്റെ അമ്മയുടെയും മക്കളുടെയും കഥ പ്രതാപൻ അതിലിങ്ങനെ വിവരിക്കുകയാണ്. അതിനെന്തിനാണ് ആലോചിക്കേണ്ട കാര്യം? അത് അനുഭവമാണ്. അതിനുശേഷം പ്രതാപൻ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വരുമ്പോൾ ആ ഓരോ ഘട്ടത്തെക്കുറിച്ച് എഴുതുമ്പോഴും പ്രതാപൻ്റെ മനസ്സിൽ വരുന്നത് മീൻപിടുത്തക്കാരനായ അച്ഛൻ നാരായണനും കൂലിപ്രിയത അമ്മ കാളിക്കുട്ടിയമ്മയാണ്. അന്ന് പ്രതാപൻ ഒരിക്കലും ഇങ്ങനെ KSUവിൻ്റെ ഭാരവാഹിയാകുമ്പോൾ തൃശ്ശൂർ ടൗണിൽ വന്നിട്ട് കരുണാകരനുമായിട്ട് നാട്ടികയിൽ പോകുന്ന കാര്യമുണ്ട്. ഇതൊക്കെ പ്രതാപൻ എഴുതുന്നത് ഞാൻ പറയുന്നത്. നാട്ടികയിൽ പോവുകയാണ്. അപ്പോൾ കരുണാകരൻ ലീഡർ കാറിൽ കയറുന്നു. അപ്പോൾ പ്രതാപൻ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കുന്നു. അപ്പോൾ ലീഡർ പറഞ്ഞു കയറിയിരിക്കുക. അന്ന് അദ്ദേഹം ജോലിക്കാരനാണ്. പ്രധാൻ കാറിൽ കയറുന്നു. അവിടെ എത്തുന്നു. അപ്പോൾ കളിയാക്കുന്നു, മീൻകാരൻ നാരായണൻ്റെ മകൻ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിരിക്കുന്നു. അതിൻ്റെ 6-7 മാസം കഴിഞ്ഞപ്പോൾ പ്രതാപൻ MLA ആവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കാറിൽ കരുണാകരൻ്റെ മകൻ ചെന്നിറങ്ങുമ്പോൾ മീൻകാരൻ നാരായണൻ്റെ മകനല്ല വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയോ എന്ന് പ്രതാപനോട് ചോദിക്കുമ്പോൾ അത് വായിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ അഗാധതയിൽ കരളകത്തൊരു കണ്ണീർക്കണം വീഴുകയാണ്. അത് എഴുതാൻ പ്രതാപൻ ആലോചിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ പ്രതാപൻ്റെ ഓരോ എഴുത്തുമുണ്ട്.
വീട്ടിൽ നിന്ന് അമ്മ പുറത്തേക്ക് വരുന്നു. വീടാണെങ്കിൽ ചാണകം മെരിയ തറ, കടലിനോട് ചേർന്ന കൂര. അമ്മ പുറത്തേക്ക് വരുന്നു. ആ അമ്മയുടെ ദൈന്യത പ്രതാപൻ പ്രതിഫലിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഞാൻ അമ്മയുടെ ഉപ്പൂറ്റി കണ്ടു. ആ ഉപ്പൂറ്റിയിൽ വിള്ളലുണ്ടായിരിക്കുന്നു. ആ വിള്ളൽ നിറയെ കറുത്തിരിക്കുന്നു. ഒരമ്മയുടെ ആ ഒരു ദൈന്യത, പണിയെടുക്കുന്ന, നടന്ന് പണിയെടുക്കുന്ന, ചെളി ചവിട്ടി പണിയെടുക്കുന്ന ആ അമ്മയുടെ ദൈന്യത ആ ഉപ്പൂറ്റിയിലെ ആ വിള്ളലിലൂടെ പ്രതാപൻ വരച്ചു കാണിക്കുകയാണ്. അതിനെന്തിനാണ് പ്രതാപൻ ആലോചിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അതുപോലെ തന്നെ പ്രതാപൻ ഓർമ്മകളുടെ സ്നേഹതീരം എന്ന പുസ്തകത്തിലാണ് ഒരുപാട്. ഈ സ്നേഹതീരം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അത് പ്രതാപൻ MLA ആയപ്പോൾ അവിടുത്തെ കടലുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്ത് സ്നേഹതീരം ഉണ്ടാക്കിയെടുത്തു. ഇന്നൊരു വിനോദ കോവളം പോലത്തെ ഒരു സ്ഥലമാണ്. അടുത്തത് ഭ്രാന്ത് പെരുകുന്ന കാലം. ഭ്രാന്ത് പെരുകുന്ന കാലത്ത് പ്രതാപൻ എന്താ പുസ്തകത്തിൽ എഴുതുന്നത്? ഫാഷിസത്തിനെതിരായിട്ടൊരു നീക്കമാണ്. ഫാഷിസത്തിന് എതിരായ നീക്കം എന്താണ് പറയുന്നത്? പ്രതാപൻ ഒരുപാട് വ്യക്തിപരമായിട്ട് അതിക്രമങ്ങൾ അന്ന് ഈ നമ്മുടെ ഇതൊന്നുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല. പക്ഷേ എന്നാലും പ്രതാപനെ ആക്ഷേപിച്ചിട്ടുണ്ട്. പ്രതാപൻ വ്രതം നോക്കുന്ന ആളാണ്. ഞാൻ എന്തുകൊണ്ട് വ്രതം നോക്കുന്നെന്ന് പ്രതാപൻ എഴുതിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് റാബിയമ്മയുടെ 2 മുലകളിൽ ഒന്ന് ഞാനാണ് കുടിച്ചത്, ഒന്ന് റാബിയമ്മയുടെ മകനാണ്. എനിക്ക് വലത്തെ മുല കുടിക്കാൻ തരുമ്പോൾ ഇടത്തെ മുല മകന് കൊടുക്കുന്നു. ഞാനാണ് കൂടുതൽ പാല് കുടിച്ചതെന്ന് പ്രതാപൻ എഴുതുമ്പോൾ ആ കാല് നിങ്ങൾ ആലോചിക്കുക, ആ ദൈന്യത ആലോചിക്കുക. അത് പ്രതാപൻ വിവരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതാപൻ ഫാഷിസത്തിനെതിരെ പറയുമ്പോൾ പ്രതാപൻ ആക്രമിക്കപ്പെട്ടു. എങ്ങനെ? പ്രതാപൻ എന്തിനാണ് വ്രതം നോക്കുന്നത്? മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനാണോ എന്നൊരു ചോദ്യം വരികയാണ്. അവിടെയുള്ള ഫാഷിസത്തെ പ്രതാപൻ കാണുകയാണ്. അത് അദ്ദേഹം അവിടെ വിവരിക്കുന്നു. ഭ്രാന്ത് പെരുകുന്ന കാലം അതാണ്. അതിനുശേഷം പിന്നെ അദ്ദേഹം എഴുതിയതാണ് കടലിലെ മാഷും കരയിലെ ടീച്ചറും. കടലിലെ മാഷാരാണ്? പ്രതാപൻ്റെ അച്ഛൻ നാരായണനാണ്. അദ്ദേഹം കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രതാപൻ്റെ അനുകമ്പ, ദൈന്യത, ദേഷ്യം വരാതിരിക്കുക, പട്ടിണി കിടക്കുമ്പോൾ പരിഭവിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനോടെ മാഷാണ് പ്രതാപന്. ആ കഥയാണ് പ്രതാപൻ പിന്നെ എഴുതുന്നത്. കരയിലെ ടീച്ചറായ അമ്മയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം സഹിക്കുന്ന സർവം സഹയായ ഒരു അമ്മയുടെ മകൻ്റെ ജീവിതാനുഭവങ്ങൾ ആ അമ്മയിലൂടെ മകൻ എഴുതുകയാണ്. അതാണ് പ്രതാപൻ്റെ കടലിലെ മാഷും കരയിലെ അമ്മയും. അതുപോലെ ഹൃദയത്തിൻ്റെ മുഖക്കുറിപ്പുകളും വെച്ചാൽ ഈ അടുത്ത കാലത്തുള്ള സോഷ്യൽ മീഡിയയിൽ പ്രതാപൻ എഴുതിയ മഹാത്മാഗാന്ധി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാവരെയും കുറിച്ച്, ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ കുറിച്ച് എഴുതിയ കുറിപ്പുകളാണ് അതിൽ വരുന്നത്. പിന്നെ അവസാനം എഴുതിയാണ് അച്ഛൻ വന്ന് വിളക്കുതി എന്നുള്ളത്. ഈ അച്ഛൻ വന്ന് വിളക്കുതി എന്ന് പറയുമ്പോൾ മറിയം വന്ന് വിളക്കുതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളൊരു ഇത് പറയാറുണ്ട്. അച്ഛൻ വന്ന് വിളക്കുതി അതിൽ നിന്ന് കിട്ടുന്നത്. കാരണം കുട്ടികളുടെ അതാണ് മറിയം വന്ന് വിളക്കുതി. അച്ഛൻ വന്ന് വിളക്കുതി എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? അച്ഛൻ വിളക്കുതി. അതല്ല, കഷ്ടപ്പെട്ട് വരുന്ന അച്ഛൻ കുറച്ച് മണ്ണെണ്ണ കൊണ്ടുവന്നിട്ട് ആ മണ്ണെണ്ണ വിളക്കിൽ ഒഴിച്ചിട്ട് രാത്രി കത്തിച്ച് വെക്കുകയാണ്. അപ്പോൾ പ്രതാപൻ രാത്രി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശത്തിൽ വായിക്കുമ്പോൾ 2 മണിക്കും 3 മണിക്കും ഒരു കുട്ടി കമന്ന് കിടന്ന് മണ്ണെണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ പുസ്തകം വായിക്കുമ്പോൾ അച്ഛൻ വന്നിട്ട് ആ വിളക്കം ഊതിക്കെടുത്തി. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്നാണ് ആ മണ്ണെണ്ണ നാളെ സന്ധ്യയ്ക്ക് കത്തിക്കാനുള്ളതാണ്, നിനക്ക് വായിക്കാനുള്ളതല്ല എന്ന് പറയുമ്പോൾ ആ പ്രതാപൻ്റെ വായനാ മനസ്സ് അവിടെ അസ്തമിച്ചു പോയി എന്ന് നമ്മൾ കരുതുകയാണ്. പക്ഷേ അസ്തമിച്ചു പോയിട്ടില്ല. പിറ്റേന്ന് സൂര്യോദയത്തിൻ്റെ ഒപ്പം തന്നെ പ്രതാപൻ്റെ മനസ്സുണർന്നു. പ്രതാപൻ വീണ്ടും വായിച്ചു. പ്രതാപൻ അടുത്ത കാലത്ത് MP ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനും അതിൽ സഹകരിച്ച ഒരാളാണ്. ഒരു കഥാമത്സരം നടത്തി. വിഷയം എന്താണെന്നറിയോ? MTയുടെ മഞ്ഞിനെക്കുറിച്ച് എഴുതുക. ഞാൻ പറഞ്ഞ പ്രതാപൻ എന്തുകൊണ്ട് പുസ്തകം സ്വീകരിക്കുന്നു? പൂമാല വേണ്ട, ബൊക്കെ വേണ്ട, ട്രോഫി വേണ്ട, ഉപഹാരം വേണ്ട, പുസ്തകം മതി. ഇന്ന് നരേന്ദ്രമോദി ഒക്കെ മാതൃകയാക്കിയിരിക്കുകയാണത്. എത്ര പുസ്തകങ്ങൾ, 1000കണക്കിന് 10000കണക്കിന് പുസ്തകങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കം വന്നിരിക്കുന്നു. എന്തുകൊണ്ട് പുസ്തകം സ്വീകരിക്കുന്നു? പ്രതാപൻ്റെ ബാല്യകാലം, ദൈന്യതയുടെ കാലം. ആ ദൈന്യത നിഴലിക്കുന്ന എങ്ങനെയാണ്? അക്ഷരങ്ങളിലൂടെ. അപ്പോൾ അക്ഷരങ്ങൾ സമ്പത്താകട്ടെ. അങ്ങനെയാണ് പ്രതാപൻ ആ പുസ്തകങ്ങൾ സ്വീകരിച്ചു തുടങ്ങുന്നത്. പിന്നെയുള്ളത് തിരഞ്ഞെടുത്ത ലേഖനങ്ങളാണത്. ഞാൻ ഇപ്പോഴാണ് കിട്ടുന്നത്, ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് പ്രതാപനെ 10, 49, 50 വർഷമായിട്ട് അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രമല്ല, KSU പ്രവർത്തന കാലത്ത് ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അതിനുശേഷമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് പ്രധാനം അറിയാം. അപ്പോൾ ആ തിരഞ്ഞെടുത്ത ലേഖനങ്ങളിൽ എന്താണ് ഉണ്ടാവുക എന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ ഒരു കാര്യം ഉറപ്പാണ്, അച്ഛനും അമ്മയും കടലും മീനും ഉണ്ടാകും. ടി പത്മനാഭൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ കടലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് കടലിൽ ഇങ്ങനെ പരന്നു കിടക്കില്ല, അതിലെന്തൊക്കെ കാണും? ഓളപ്പരപ്പിൽ കാണുന്നതല്ലല്ലോ അടുത്തിട്ട് കാണുന്നത്. മുങ്ങിത്തപ്പിയാൽ കിട്ടുന്നത് എന്താണ്? പവിഴം, രത്നം, ഇതൊക്കെയല്ലേ? ആ പവിഴപ്പുറ്റുകളാണ് പ്രതാപൻ്റെ ഈ എഴുത്തുകളായി മാറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതാപൻ എഴുതുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കൊച്ചു പുസ്തകങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരമൊരു മുഹൂർത്തം, അതായത് നിയമസഭാ കോംപ്ലക്സിൽ എൻ്റെ വിദ്യാർത്ഥി കാലത്തെ സഹപ്രവർത്തകനായിരുന്ന, പിന്നീട് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന, ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡൻ്റായ, MP ആയ, MLA ആയ ഒരു കൊച്ചു മനുഷ്യൻ്റെ പുസ്തകം.
ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഒരു അവസരം കിട്ടുക. പക്ഷേ അത് സമയപരിമിതി മൂലം ഞാൻ ചുരുക്കുകയാണ്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം എനിക്കും പ്രതാപനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. പ്രതാപൻ ഇനിയും എഴുതാൻ പറ്റും. എന്താണെന്നറിയാമോ? പ്രതാപൻ ആലോചിക്കേണ്ട കാര്യമില്ല. പേനെടുത്ത് വെറുതെ ഒരു കടലാസം എടുത്തിരുന്നാൽ പ്രതാപൻ്റെ മനസ്സിലേക്ക് അനുഭവങ്ങൾ വരികയാണ്. അനുഭവങ്ങൾ പെരുമഴയായിട്ട് ഇനിയും ഒഴുകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രീ NS അബ്ദുൽ ഹമീദ്. വേദിയിലുള്ള ആദരണീയരെ, മുന്നിലുള്ള സ്നേഹജനങ്ങളെ, എഴുത്തൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. TN പ്രതാപൻ എഴുതുമ്പോൾ ഒരേ സമയം അതൊരു സാംസ്കാരിക പ്രവർത്തനവും അതൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി ജീർണിച്ചു പോകുന്ന മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിച്ച് വെമ്പുന്നൊരു മനസ്സ് നമുക്ക് ആ എഴുത്തുകളിൽ കാണാൻ കഴിയും. മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല, പരിസ്ഥിതിയോടുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ മനസ്സുകളിൽ മതിലുകൾ തീർക്കുന്ന വിചാരങ്ങളെക്കുറിച്ച്, ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടുന്ന, ചിലപ്പോഴൊക്കെ ചിന്ത കൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ്റെ വേദനകളെ നമുക്ക് ആ എഴുത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ ഗൂച്ചങ് പറയുന്നുണ്ട്, കറുകറുത്ത രാവെനിക്ക് രണ്ടിരുണ്ട കണ്ണുകൾ തന്നു കാണാൻ. അതുപോലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി പോകുന്ന കണ്ണുകളാണ് പ്രതാപൻ്റെ വാക്കുകൾ എന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും അടിവരയിടുന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നന്മയെ തേടുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും പിന്നെ ഊഷരതയിൽ അപ്പുറത്തേക്ക് ഉൾവരമായൊരു ഒരു സ്നേഹമുണ്ട്, നന്മയുണ്ട് എന്ന് പറയുന്ന TN പ്രതാപൻ്റെ ആ അന്വേഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് MK സാനുമാഷ് അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് എഴുതുന്ന അവതാരികയിൽ പറയുന്നത് TN പ്രതാപൻ്റെ വാക്കുകൾ നന്മയുടെ ലളിതഗാനമാണ് എന്ന്. അതുകൊണ്ട് തന്നെ പ്രതാപൻ്റെ എഴുത്തുകൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഭാഷയിൽ വലിയ ബിരുദങ്ങളുള്ള ഒരാളല്ല, പക്ഷേ പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചു. പുസ്തകങ്ങൾ മാത്രമായിരുന്നു കൂട്ട്. വിശക്കുന്ന സമയത്ത് വേറെ നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാതിരുന്ന പ്രതാപൻ വായനശാലയിൽ പോയി കണ്ടെത്തുന്ന പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറ്റുന്നത്. അതുപോലെ മനുഷ്യരെയാണ് വായിക്കുന്നത്, അച്ഛനും അമ്മയുമാണ് പഠിപ്പിക്കുന്നത്, കൂടെയുള്ള സഹപ്രവർത്തകരിലൂടെയാണ് ജീവിതം കാണുന്നത്, ലോകം കാണുന്നത്. ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. ഞാൻ ഡൽഹിയിൽ കൊടും തണുപ്പിൻ്റെ സമയമാണ്, ഡിസംബർ ജനുവരി എന്ന് പറയുന്നത്. അങ്ങനെ വിൻ്റർ സെഷനിൽ, പാർലമെൻ്ററി വിൻ്റർ സെഷന് വരുമ്പോൾ 2019 വിൻ്റർ സെഷന് വന്ന TN പ്രതാപൻ്റെ വീട്ടിലേക്ക് എപ്പോഴും വിദ്യാർത്ഥികൾ വരും. TN പ്രതാപൻ എപ്പോൾ ഡൽഹിയിൽ വന്നാലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ, ജാമ്യ മില്ലിയ സർവകലാശാലയിലൊക്കെ വിദ്യാർത്ഥികൾ വരും, നിരന്തരമായി കാണാൻ വരും. അങ്ങനെ BKS മാർഗിലെ B7 സിന്ധുവിൽ TN പ്രതാപനെ കാണാൻ വന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഒരു കാര്യം പങ്കുവച്ചു. 100 വർഷം കൂടുമ്പോഴുള്ള ഏറ്റവും ശക്തമായ തണുപ്പാണ് ഈ വർഷമുള്ളത്. ഞങ്ങൾ ഈ പാവപ്പെട്ട തെരുവുകളിൽ കിടക്കുന്ന മനുഷ്യർക്ക് കമ്പിളി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രതാപേട്ടനോടൊരു സംഭാവനയാണ് അവർ ചോദിക്കുന്നത്. പ്രതാപേട്ടൻ അവർക്ക് കമ്പിളി വാങ്ങാനുള്ള പൈസ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ പുതപ്പ് വിതരണം ചെയ്യാൻ പോകുമ്പോൾ എന്നെ കൂടി വിളിക്കണം എന്ന് പറയാം. അങ്ങനെ രാത്രി ഒരുപാട് വൈകി അന്നത്തെ സെഷനൊക്കെ കഴിഞ്ഞ് പ്രതാപൻ അവരോട് കൂടെ പോകുന്നു. കശ്മീരി ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കമ്പിളി വിതരണം നടക്കുന്നത്. അവിടെ അണ്ടർ പാസിന് താഴെ, അതുപോലെ ഈ ചെറിയ കുറ്റിക്കാടുകൾക്കിടയിൽ കിടക്കുന്ന ചെരുപ്പ് കുത്തികൾ, റിക്ഷകൾക്ക് താഴെ കിടക്കുന്ന റിക്ഷാവാലകൾ, ഇവരെയൊക്കെ പ്രതാപൻ ഓടിച്ചെന്ന് കണ്ടെത്തുന്നുണ്ട്. പ്രതാപൻ കശ്മീരി ഗേറ്റിൽ പോകുന്ന ആദ്യമായിട്ടാണ് എന്നെനിക്കറിയാം. പക്ഷേ എവിടെയാണ് ആവശ്യക്കാരുള്ളത്, എവിടെയാണ് ഒരു മനുഷ്യൻ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നത് എന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. പ്രതാപൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ അതിശയിച്ചു പോയി. അതിനുത്തരം വരുന്നത് പിന്നീട് ക്വാറൻറ്റൈൻ കാലത്ത് എഴുതപ്പെട്ട ആ പുസ്തകത്തിലുണ്ട്. നിറമുള്ളൊരു കുപ്പായമില്ലാതെ, പിന്നിക്കീറിയ നിക്കറല്ലാതെ വേറൊന്നും ധരിക്കാനില്ലാതെ പരിങ്ങലിച്ച് നിൽക്കുന്ന ഒരു പ്രതാപനെ നമുക്കതിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ വളർന്നു വരുന്നൊരു മനുഷ്യൻ തീർച്ചയായിട്ടും വേദനിക്കുന്ന മനുഷ്യന്മാരെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ വേദന, വിശപ്പിൻ്റെ വരുത്തം, ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളുടെ അതിൻ്റെ തീക്ഷ്ണത അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കാണാം. നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞു ഈ ഐഷുക്കുട്ടി താത്തയുടെ വീട്ടിൽ നിന്നും കപ്പ കക്കുന്ന പ്രതാപനെക്കുറിച്ച്. അതെങ്ങനെയാണ് അതിന് മുമ്പത്തെ സന്ദർഭം വിവരിക്കുന്നത്. അന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്ന ഉടനെ ഞാൻ കടൽക്കരയിലേക്ക് പോയില്ല. കാരണം അച്ഛനും ചേട്ടനും അന്ന് കടലിൽ പോയിട്ടില്ല, കടൽക്ഷോഭത്തിലാണ്. കാലവർഷക്കാലമാണെന്നാണ് ഓർമ്മ.
അന്ന് രാവിലെ കാര്യമായൊന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ഹതഭാഗ്യനായ ഒരുത്തനാണ് താനെന്ന് അച്ഛൻ ആ ഇരിപ്പിലൂടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒരച്ഛനെ ആ ബാലൻ വായിച്ചെടുക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, അമ്മ ഒഴിഞ്ഞ പാത്രം പോലെ കൈ മലർത്തി വെച്ച് അതിലേക്ക് നോക്കിയിരുന്ന് കരയുന്നത് കാണാം. ഒഴിഞ്ഞ പാത്രങ്ങളും ഓലയുടെ ഇഴയിലൂടെ ഊർന്നിറങ്ങി മഴവെള്ളം വീണ് കുതിർന്ന അടുപ്പുമാണ് അന്ന് വീട്ടിലുള്ളത്. അങ്ങനെ കൂടപ്പിറപ്പുകളും അച്ഛനും അമ്മയൊക്കെ വിശന്നിരിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് പ്രതാപൻ ഐഷുക്കുട്ടി താത്തയുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് കപ്പ പറിച്ചെടുക്കുന്നത്. പിറ്റേ ദിവസം അമ്മ ഭക്ഷണം കഴിക്കാത്ത കാര്യമൊക്കെ വിവരിച്ചല്ലോ. പിറ്റേ ദിവസം രാവിലെ ഐഷുക്കുട്ടി താത്തയോട് പോയി എനിക്ക് മാപ്പ് തരണമെന്ന് കരയുന്ന പ്രതാപനെ ഐഷുക്കുട്ടി താത്ത സമാധാനിപ്പിച്ച് ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന് അമ്മ കാളിക്കുട്ടിയോട് പറയുന്നുണ്ട്, എന്താ കാളിക്കുട്ടി, നീ ഇവിടെ വിശന്നിരിക്കുമ്പോൾ ഞങ്ങളപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നത് ശരിയാണോ? പ്രതാപൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് സമ്മതം വേണ്ടതെന്ന് ചോദിച്ച് അമ്മ കാളിക്കുട്ടിയും ഐഷുക്കുട്ടി താത്തയും കരയുന്ന മനോഹരമായ മനുഷ്യൻ്റെ ബന്ധങ്ങളെക്കുറിച്ച്, നന്മയെക്കുറിച്ച് ഉള്ള ഈ ആവിഷ്കാരം വായിക്കുമ്പോൾ എല്ലാവരും കരഞ്ഞു പോകുന്ന ഉറപ്പാണ്. ഈ ഐഷുക്കുട്ടി താത്തയുടെ അനുഭവം പറയുന്നുണ്ടല്ലോ, അതുപോലെ ഒരുപാട് കാളിക്കുട്ടി അമ്മ സ്വന്തം അമ്മയുടെ അനുഭവം പറയുന്നുണ്ട്. ഇതുപോലൊരു അമ്മയെ ഞാൻ പ്രതാപേട്ടൻ്റെ കൂടെ ഡൽഹിയിൽ കണ്ടെത്തുന്നുണ്ട്. ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുന്ന സമയത്ത് ഷഹീൻ ബാഗിൽ TM പ്രതാപൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ രമയും മകൾ ആൻസിയുമായി ഷഹീൻ ബാഗിൽ വരുന്നുണ്ട്. അവിടെ 104 വയസ്സുള്ള ബിൽക്കീസ് ബാനു എന്നൊരു അമ്മയെ TM പ്രതാപൻ കാണുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചന്ന് പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ 1ാം വാർഷികം കൂടിയാണ്. അപ്പോൾ അവിടെ അവർക്കുള്ള വീര്യമൃത്യു വഹിച്ച സൈനികർക്കുള്ള ആദരാഞ്ജലി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊക്കെ പങ്കുകൊണ്ട് മടങ്ങി വരുന്ന പ്രതാപൻ ഇങ്ങനെ എഴുതുന്നു, പന്തലിന് പുറത്തേക്ക് നടക്കുമ്പോൾ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ കൈവിടില്ല. പ്രായമേറെയുള്ള പലരും വന്ന് എനിക്ക് കൈ തന്നു, എന്നെ അണച്ചു നിർത്തി. അവർ പ്രാർത്ഥിക്കുകയാണെന്ന് മാത്രം പലപ്പോഴും എനിക്ക് മനസ്സിലായി. ചെറുപ്പക്കാരികളും മധ്യവയസ്കരുമായ സ്ത്രീകൾ രമയോടും ആൻസിയോടും എന്തെന്നില്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചു. അവരുടെ കണ്ണുകളിൽ അനിർവചനീയമായൊരു തിളക്കമുണ്ടെന്ന് ഞാൻ വായിച്ചു. പ്രത്യാശയുടെ ഒരു സൂര്യൻ ഷഹീൻ ബാഗിൽ നിന്ന് ഉയരുന്നത് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ഈ അമ്മമാരോടുള്ള സ്നേഹം, ഉമ്പായി പാടുന്നൊരു പാട്ട്, TM പ്രതാപൻ എഴുതിയൊരു പാട്ട് ഉമ്പായി പാടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗസലിൽ. അമ്മേ അനുപമ സൗന്ദര്യമേ എന്ന് പറയുന്ന അമ്മ എന്താണ് എന്ന് ഇത്ര മനോഹരമായി വിവരിച്ചിട്ടുള്ള മറ്റൊരു സൃഷ്ടി, ഒരു സാഹിത്യ സൃഷ്ടി സത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹം റാവിയുമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. റാവിയുമ്മയുടെ ഒരു മുല കുടിക്കുന്ന റാവിയുമ്മയുടെ മകനാണ്, മറ്റേ മുല കുടിക്കുന്നത് പ്രതാപനാണ്. അപ്പോൾ അമ്മ റാവിയുമ്മയുടെ അടുത്ത് ആക്കി പോകുന്ന ഈ കൈക്കുഞ്ഞ് പ്രതാപനെ എടുത്ത് റാവിയുമ്മ കരുതുന്നത് എൻ്റെ മകൻ കുറച്ച് പാല് കുറച്ചു കുടിച്ചാലും പ്രതാപൻ വയറ് നിറയണം, പ്രതാപൻ കരയാൻ പാടില്ല എന്ന് കരുതുന്ന റാവിയുമ്മ വലുതാവുമ്പോൾ, പ്രതാപൻ നടക്കാൻ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വയല് കേൾക്കാൻ പുതിയങ്ങാടിയിലെ പള്ളിയിൽ വയല് കേൾക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നൊരു കഥ പറയുന്നുണ്ട്. കൊറ്റിത്തെങ്ങുകൾ നിറഞ്ഞ പറമ്പിലൂടെ വെട്ടിത്തിളങ്ങുന്ന നിലാവെളിച്ചത്തിലൂടെ നടക്കുമ്പോൾ ഉയരത്തിൽ ഏതോ ജാറത്തിലെന്ന പോലെ ഒരു വെളിച്ചം റാവിയുമ്മക്ക് ചുറ്റും പ്രഭാവലയം തീർത്ത് ഞങ്ങളെ നയിക്കുന്നത് എനിക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ടുമ്മ എന്നാണ് ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് ആ മുമ്പിലായി ഇമേജറി ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അതൊരു എഴുത്തിൻ്റെ ശക്തിയാണ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെക്കുറിച്ച്, ആ മനുഷ്യൻ നൽകിയ സ്നേഹത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പദവിന്യാസം വരുന്നത്. അതുകൊണ്ടാണ് അവിടെ വാക്കുകൾ ക്രമീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. വേറൊരു ഭാഗത്ത് എഴുതുന്നു, ഇന്ന് മതിലുകളാണ് ചുറ്റിലും. ആദ്യം ഹൃദയങ്ങളിലായിരുന്നു നാം വേലി കെട്ടി തുടങ്ങിയത്. ഓരോ തുരുത്തുകളായി മാറാൻ തുടങ്ങി നമ്മൾ. അവിടെ പിന്നെ തറകളിട്ടു. അതിൽ അതിർത്തി ശീമക്കൊന്നകൾ മുളപ്പിച്ചു. പതിയെ മെടയാത്ത ഓലകൾ കൊണ്ട് വരമ്പ് കെട്ടിത്തിരിച്ചു. അതിനുറപ്പില്ലെന്ന് തോന്നി. അപ്പോൾ ഇല്ലിച്ചുള്ളും മെടഞ്ഞ ഓലയും കെട്ടി. അതിനുള്ളിൽ അതിർത്തി കാവൽക്കാരെ പോലെ നാം നിന്നു. ബലം പോരെന്ന് വീണ്ടും തോന്നി. അപ്പോൾ കരിങ്കല്ലുകൾ കിഴക്കൻ കുന്നുകളിൽ നിന്ന് തുരന്നെടുത്ത് മതിലുകൾ കെട്ടി. വെറുതെ കല്ലുകൊണ്ട് മതിൽ കെട്ടി എന്നല്ല പറയുന്നത്. പ്രതാപനെ നമുക്കെല്ലാവർക്കും അറിയാം. ഹരിത MLA എന്നറിയപ്പെട്ടിരുന്ന MLA ആണ്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, അതിൻ്റെ എക്കോ ആക്ടിവിസവുമായി ബന്ധപ്പെട്ട് പ്രതാപൻ്റെ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായതാണ്. പ്രതാപൻ അവിടെ ഒരു പ്രത്യേകമായ ഒരു അമർഷം കൂടി എഴുതി ചേർക്കുന്നുണ്ട്. കിഴക്കൻ മലകൾ തുരന്നെടുത്ത കരിങ്കല്ലുകൾ കൊണ്ടുവന്നാണ് മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങിയ ഒരു കാലത്തെ അടയാളപ്പെടുത്തുകയാണ് പ്രതാപൻ അവിടെ ചെയ്യുന്നത്. ഈ മനുഷ്യൻ്റെ ഉള്ളിൽ, മനസ്സുകളിൽ മതിൽ കെട്ടുന്ന എല്ലാ വിചാരങ്ങളോടും പ്രതാപന് യുദ്ധം ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, കടലിന് മതമുണ്ടോ? എന്നിട്ട് പ്രതാപൻ പറയുന്നു, കടലിന് മതമുണ്ട്, ഉപ്പിൻ്റെ രസമുള്ള മതം.
എല്ലാവരിലും ലയിക്കുന്ന മതം, ആരെയും നിരാശപ്പെടുത്താത്ത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മതം. അപ്പോൾ അമ്പലത്തിലെ ഉത്സവവും എറണാകുളത്ത് അമ്പലത്തിലെ ഉത്സവവും നമ്പിക്കടവിലെ കുത്തറാത്തീപും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പ്രതാപനെ വളർത്തി വരുന്ന അച്ഛൻ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഓരോ തവണ വഞ്ചിയിൽ മത്സ്യവുമായി വന്ന് അതിൻ്റെ വരവ് വെക്കുമ്പോൾ, വരവ് പങ്കുവെച്ച് കഴിഞ്ഞാൽ 5-6 മൺകുടങ്ങളിലേക്ക് നേർച്ച ഇറങ്ങും. ഒന്ന് പഴനി മുത്തപ്പനാണ്, പിന്നെ ഒന്ന് നാഹൂർ വലിയനാണ്, ഒരെണ്ണം വേളാങ്കണ്ണിക്കാണ്, പിന്നെ ഒന്ന് ശബരിമല ശാസ്താവിനാണ്, എടക്കഴയൂർ ഉപ്പാപ്പാക്ക് ഒന്ന് കൊടുക്കും, ഏറണത്ത് ക്ഷേത്രത്തിലേക്ക് ഒന്നുണ്ട്. നോക്കൂ, എത്ര മനോഹരമായാണ് ഒരു മനുഷ്യനെ, ഒരു കൊച്ചു മനുഷ്യനെ ഒരു അച്ഛൻ വളർത്തുന്നത്. പട്ടിണിയിലും പരിവട്ടത്തിലുമായി വളർന്നു വരുന്ന ഒരു കുഞ്ഞിനെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് എല്ലാവരും ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മകൻ, പഠിച്ചു വളരുന്ന ഒരു മകൻ, സ്വാഭാവികമായും തനിക്ക് ഭക്ഷണം പാത്രത്തിൽ പകുത്തു നൽകുമായിരുന്ന കൂട്ടുകാരൻ ഒരു മാസം മുഴുവൻ ഭക്ഷണം കൊണ്ടുവരുന്നില്ല സ്കൂളിലേക്ക്. എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ റമദാൻ നോമ്പാണെന്ന് പറയുന്നു. പ്രതാപൻ അന്നു മുതൽ നോമ്പെടുക്കുകയാണ്. 30 വർഷമായി നോമ്പെടുക്കുന്ന പ്രതാപൻ അങ്ങനെ ഉണ്ടാവുന്നതാണ്. ഞാൻ നിർത്തുന്നു. ഒറ്റ കാര്യം കൂടി പറയാം. പാർലമെൻറ്റിലെത്തുന്ന പ്രതാപൻ ആദ്യം പ്രസംഗിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ പെർമിറ്റ് റദ്ദാക്കി കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ്. ഒരു മനുഷ്യൻ വളർന്നു വരുന്ന ചുറ്റുപാടിനെ എത്ര ഉയരങ്ങളിലെത്തിയാലും മറക്കാൻ കൂട്ടാക്കാത്ത വാശിയുള്ള ഒരു മനുഷ്യൻ പ്രതാപനിലുണ്ട് എന്നാണ്. പിന്നെ ഒന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികളെക്കുറിച്ചാണ്. അന്ന് ട്രഷറി ബെഞ്ചിൽ തേജസ്വി സൂര്യ അടക്കമുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് വലിയ ബഹളമുണ്ടാക്കി. അന്ന് പ്രതാപൻ പറഞ്ഞു, എൻ്റെ വാക്കുകൾ, എൻ്റെ ഇംഗ്ലീഷ് ഒരു മുറിയൻ ഇംഗ്ലീഷ് ആയിരിക്കാം, പക്ഷെ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ തറപ്പിച്ചു പറയുക തന്നെ ചെയ്യും. അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നം നേരിട്ട, വിഭജനത്തിലൂടെ അഭയാർത്ഥി പ്രശ്നം നേരിട്ട് ഇന്ത്യക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുന്ന പ്രതാപനെ പാർലമെൻറ്റിൽ ഒരു ഇടമുഴക്കം പോലെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ ഇനിയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്നതിന് വലിയ നന്ദി അറിയിക്കുകയാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ടത് രാജ്യസ്നേഹമല്ല, സൂര്യൻ അസ്തമിക്കാത്ത സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും എത്രയും ബഹുമാന്യരെ, TN പ്രതാപൻ്റെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങളെല്ലാം കാതോർത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഏതാനും പരമാവധി 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ദൗത്യം നിർവഹിക്കാം. ഇതുവരെ ഇവിടെ സംസാരിച്ചവർ പ്രതാപനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള തൃശ്ശൂർക്കാരും പാർലമെൻറ്റിലും ഒക്കെ അടുപ്പമുള്ളവരാണ് സംസാരിച്ചത്. എനിക്ക് പ്രതാപനുമായിട്ടുള്ള അടുപ്പം രാഷ്ട്രീയത്തിലാണ്, പക്ഷേ അദ്ദേഹത്തെക്കാളും വളരെ സീനിയറാണ്. വയലാർ രവിയുടെയും ഉമ്മൻചാണ്ടിയുടെയും AK ആൻ്റണിയുടെയൊക്കെ കൂടെ KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ പ്രവർത്തിച്ച, പിന്നീട് രാഷ്ട്രീയം വിട്ട് ഉദ്യോഗത്തിൽ വന്നെങ്കിലും പഴയ രാഷ്ട്രീയ മനസ്സ് എന്നിൽ നിന്ന് വിട്ടുപോയില്ല. അങ്ങനെ അകലെയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും പ്രതാപനെ തിരുവനന്തപുരത്തിരുന്ന് നോക്കിക്കണ്ട അനുഭവം, അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചിട്ടുള്ള അനുഭവം. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നതിന് മുമ്പ് രാവിലെ ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു. കേരളകൗമുദിയിൽ ഒരു സർവേയാണ്, ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തോടുള്ള അനുഭാവം എന്താണ്. ചെറുപ്പക്കാരിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് അകലുകയാണ്. ഒന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. ഇന്ന് വോട്ടിന് അർഹതയുള്ളതിൽ ഏതാണ്ട് 50% പേരെ വോട്ടിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അവർക്ക് രാഷ്ട്രീയത്തോട് അറപ്പാണ്, വെറുപ്പാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, രാഷ്ട്രീയം ഇന്നൊരു പ്രൊഫഷനായി, ഒരു തൊഴിലായി, സമ്പത്തുണ്ടാക്കാനുള്ളൊരു മാർഗമായി, പ്രത്യയശാസ്ത്രത്തിൽ നിന്നെല്ലാം വളരെ വളരെ അകന്നു പോയിരിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും. അങ്ങനെ ഈ കെട്ടകാലത്ത് രാഷ്ട്രീയം അഴിമതിയുടെയും അതുപോലെ തന്നെ അപജയത്തിൻ്റെയും മൂല്യച്യുതിയുടെയും ഒക്കെ ഒരു കേന്ദ്രമായി മാറുമ്പോൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. AK ആൻ്റണിയെയും VM സുധീരനെയും പോലെ കോൺഗ്രസ്സുകാർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള വിഗ്രഹമാണ് TN പ്രതാപൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും വലിയ പ്രസക്തിയായി അകന്നു നിന്ന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രസക്തിയും അത് തന്നെയാണ്. മറ്റൊന്ന്, ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ്, ഇതിൻ്റെ ടൈറ്റിൽ കേൾക്കുന്നതിന് മുമ്പ് തന്നെ TN പ്രതാപൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാനൊരു ഭാവനയിൽ ഈ പുസ്തകത്തെ കണ്ടു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെയും കൗമാരകാലത്തെയും അനുഭവങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ അത് ദാരിദ്ര്യത്തെക്കുറിച്ചായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. വിക്ടർ ഹ്യൂഗോ, പാവങ്ങളെന്ന വിഖ്യാത കൃതി രചിച്ച വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് നമുക്ക് അസഹനീയമായ 2 ദുരന്തങ്ങളേ ഉള്ളൂ, 2 വേദനകളേ ഉള്ളൂ. ഒന്ന് വിശപ്പിൻ്റെ വേദന. ആ വിശപ്പിൻ്റെ വേദന
അറിഞ്ഞാണ് ടി എൻ പ്രതാപൻ വളർന്നത്. അതിവിടെ കപ്പയുടെയും ചുട്ട മീനിൻ്റെയൊക്കെ കഥകളിലൂടെ നമുക്കറിഞ്ഞ പുസ്തകത്തിൽ അത് പറഞ്ഞിരിക്കും. മറ്റൊന്ന് സാംസ്കാരിക ജീർണതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടവും അദ്ദേഹം തുടരുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ സവിശേഷത, ആകർഷണീയത ലാളിത്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ലാളിത്യം, പെരുമാറ്റത്തിലുള്ള ലാളിത്യം, ആ സ്നേഹം, അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രതിഫലിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ഈ ലേഖന സമാഹാരത്തിലും ഒരു സവിശേഷതയായി എടുത്തു പറയാൻ പറ്റുന്നത് ആ എഴുത്തിൻ്റെ തനതായ ഭാഷാശൈലി, ആ ശൈലിയും അതിൻ്റെ ലാളിത്യവുമായിരിക്കും. ഇത് ടി എൻ പ്രതാപൻ്റെ ജീവചരിത്രമല്ല, ഇത് ലേഖന സമാഹാരമെന്ന് പ്രതാപൻ തായാട്ടിതിനെ നാമകരണം ചെയ്തെങ്കിലും ഇത് പ്രതാപൻ്റെ അനുഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ കൂടിയാണിത്. ഇതൊരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമാണ്. ഇത് നമ്മുടെ വർത്തമാനകാലത്ത് പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ചരിത്രമാണ്. അതുപോലെ ഇന്നത്തെ മൂല്യച്യുതിക്കെതിരായിട്ട്, രാഷ്ട്രീയ രംഗത്തെ അപജയങ്ങൾക്കെതിരായിട്ടുള്ള, ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു കലാപമാണ് ഈ കൃതിയായിട്ടുള്ളത്. അങ്ങനെയേറെ സവിശേഷതകൾ ഈ കൃതിക്കുണ്ട്. ഞാൻ ഒരു വസ്തുത കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ, എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ ഉദ്യോഗം കിട്ടിയതിന് ശേഷം എൻ്റെ കൂടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന കൊട്രവ് ബാലകൃഷ്ണൻ്റെ റൂമിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അപ്പം ഒരു MLA ജീവിതം എന്താണെന്ന് എനിക്ക് അടുത്തറിയാൻ കഴിഞ്ഞിരുന്നു. ഒരു ജനപ്രതിനിധിയെപ്പോലൊരു ഭാഗ്യവാൻ ലോകത്താരുമില്ല. നമ്മളൊക്കെ എത്രയോ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഒരു അറിവ് നേടുന്നത്. ഇവർക്ക് അതൊന്നും വേണ്ട. ആളുകൾ നേരിട്ട് വരും, നേരിട്ട് വന്ന് ഓരോ പ്രശ്നങ്ങൾ പറയും. പക്ഷേ അത് കേൾക്കുന്ന ജനപ്രതിനിധികൾ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന്, ഈ 4-5 ശുപാർശക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹാലിളകുന്ന ജനപ്രതിനിധികളുണ്ട്. അതേ അവസരത്തിൽ ഈ ആൾ കുറഞ്ഞു പോയല്ലോ, കുറച്ച് പേര് കൂടി വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ പോലുള്ള ജനപ്രതിനിധികളുമുണ്ട്. ചിലർ ഒരു കാതിൽ കൂടെ കേട്ട് മറ്റേ കാതിൽ കൂടെ കളയും. നോക്കാം, നമുക്കെല്ലാം ശ്രമിക്കാം, ഒന്ന് തോളത്ത് തട്ടിവിടും. ചിലർ കാര്യമായി ഇത് ശ്രദ്ധിക്കും, പഠിക്കും. അത് ഞാൻ കണ്ടിട്ടുള്ള ഒന്ന് ഉമ്മൻചാണ്ടിയാണ്, മറ്റൊന്ന് പ്രതാപനാണ്. അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരിത് ഓരോരുത്തർ വരുമ്പോൾ ഒരാൾ എക്സൈസിനെ കുറിച്ചുള്ളതായിരിക്കും, ഒരാൾ അധ്യാപക സർവീസിനെ കുറിച്ചുള്ളതായിരിക്കും, മറ്റൊരാൾ റവന്യൂവിനെ കുറിച്ചുള്ളതായിരിക്കും, മറ്റൊരാൾ പോലീസിനെ കുറിച്ചുള്ള. ഓരോ നിവേദകൻ്റെ കയ്യിൽ നിന്നും ഓരോ പുതിയ പാഠങ്ങളാണ് ഇവർ പഠിക്കുന്നത്. സത്യത്തിലൊരു സർവകലാശാലയാണ് ഓരോ ജനപ്രതിനിധി അവർ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ. അധികം ഇങ്ങനെ ശ്രദ്ധയോടുകൂടി പഠിച്ചതുകൊണ്ട്, ഞാൻ ഉമ്മൻചാണ്ടിയോട് അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാൻ കഴിയും. അപാരമായ ഓർമ്മശക്തിയാണ് അദ്ദേഹത്തിന്. ഒരു ഫയൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വന്നും വായിക്കേണ്ട, അതിൻ്റെ 1-2 ആദ്യത്തെ ചാപ്റ്ററും നടുക്കും വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പെട്ടെന്ന് പിടിച്ചെടുക്കാം. അങ്ങനെ ഒരു കഴിവ് അവർക്കുണ്ടായത്, ഉമ്മൻചാണ്ടിക്കുണ്ടായത്, പ്രതാപനുണ്ടായത്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് വരികയാണെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി അത് കേൾക്കുകയും, കാരണം വരുന്നവർക്ക് കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും അവർക്കൊരു പേഷ്യൻ്റ് ഹിയറിങ് കിട്ടിയാൽ മതി. ശുപാർശ കത്ത് കൊടുത്തയക്കുന്ന ആളിനും അത് മാത്രം മതി. പക്ഷേ ഇത് നന്നായി കേൾക്കുന്നതിനോടൊപ്പം ഓരോ വിഷയത്തെക്കുറിച്ചും പഠിക്കുകയാണ്. അങ്ങനെ ലോകവിജ്ഞാനം, ഒരു വിശ്വവിജ്ഞാന സംഗ്രഹമായിട്ട് ഓരോ MLAക്കും ഓരോ ജനപ്രതിനിധിക്കും മാറാൻ കഴിയും. ടി എൻ പ്രതാപൻ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവിഷ്കാരമായിട്ടാണ് ഈ കൃതിയെ ഞാൻ കാണുന്നത്. ഇനിയും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകണം, അതെല്ലാം പുസ്തകമാകണം. ആ പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക്, പുതിയ തലമുറയ്ക്ക് ഒരു അനുഭവമായി കാണും. അദ്ദേഹത്തിന് ഒരു സവിശേഷത ഞാൻ കാണുന്നു. മറ്റുള്ള ജനപ്രതിനിധികളിൽ നിന്ന്, തൃശ്ശൂരാണ് കാര്യം നടക്കുന്നതെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വരുന്ന പലരോടും സംസാരിച്ചതെന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹം ബുക്ക് കളക്ഷനാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹോബി. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പ്രതാപനൊക്കെ ശ്രമിച്ചാൽ കിട്ടും, പ്രതാപനും ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇവിടുത്തെ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്, ഇഷ്ടംപോലെ പുസ്തകങ്ങളുമുണ്ട്. പുതിയ തലമുറ വായനയായിട്ടൊരു ബന്ധവുമില്ല. അവർ വായിക്കുന്നുണ്ട്, മൊബൈലിലായിരിക്കും, കമ്പ്യൂട്ടറിലായിരിക്കും. പക്ഷെ അവർക്ക് ഈ പുസ്തകം എങ്ങനെയൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ പുസ്തകങ്ങൾ വാങ്ങിക്കുക, അത് ഏത് താല്പര്യമുള്ളത് വായിക്കുക, വായിച്ചു കഴിഞ്ഞിട്ട് ആ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്യുക. വിജ്ഞാന വ്യാപനത്തിനായി ഇതിൽ പരം ഒരു സേവനം വേറൊന്നുമില്ല. കാരണം ഏതൊരു സമൂഹത്തിൻ്റെയും വികസനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്, വിജ്ഞാനമാണ്. അതുകൊണ്ടാണ് വേദോപനിഷത്തുകളുടെ സത്ത നമ്മുടെ മഹാമുനിമാർ ഒരു ഒറ്റ വാക്യത്തിൽ ഒതുക്കിയത്. പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ദൈവം. ആ ദൈവത്തിൻ്റെ ആരാധകനായിട്ട് ടി എൻ പ്രതാപൻ മാറിയിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മറുവാക്കിനായി ടി എൻ പ്രതാപനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ,
കേരള നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇതുപോലെ 15 വർഷക്കാലം ഈ ഹാളിനകത്ത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഇരിക്കുന്ന പാർലമെൻ്ററി പാർട്ടി യോഗങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ അവസരമുണ്ടായ സ്ഥലത്ത് എഴുത്തുകാരനല്ലാത്ത കേവലം ഒരു വായനക്കാരൻ മാത്രമായ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ്റെ അപക്വമായ കുത്തിക്കുറിപ്പുകൾ ഹരിതം ബുക്സ് ശ്രീ പ്രതാപൻ തായാട്ടിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കിയതിലുള്ള മനസ്സിൻ്റെ സന്തോഷം ആദ്യമായി പങ്കുവയ്ക്കുകയാണ്. ഞാനൊരു എഴുത്തുകാരനൊന്നുമില്ല, എല്ലാവർക്കും അറിയാം, പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു സാധാരണ വായനക്കാരനായ ഒരു ആളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഞാൻ നാട്ടിക ശ്രീനാരായണ കോളേജിൽ പഠിക്കുമ്പോൾ പോലും വൈദ്യുതി ഇല്ലാത്തൊരു വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചിട്ടുള്ളത് മണ്ണെണ്ണ ചിമിനിയുടെ കീഴിൽ ഇരുന്നാണ്. ഒരു ഓലമേഞ്ഞ ഒരു കടലോര ഗ്രാമത്തിലെ ഒരു കുടിലിരുന്നു കൊണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ പോലും വൈദ്യുതി ഇല്ലാതിരിക്കുമ്പോൾ കോളേജിലെ പുസ്തകം വളരെ പരിമിതമായി വായിക്കുകയും പബ്ലിക് ലൈബ്രറിയിൽ നിന്നും കോളേജ് ലൈബ്രറിയിൽ നിന്നും സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കൊണ്ടുവന്ന പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകങ്ങളാണ് ഒരു പക്ഷേ എന്നെ പോലുള്ള ആളുകൾക്ക് നിവർന്നു നിൽക്കാനൊരു നട്ടെല്ലും ഇതേപോലെ വർത്തമാനം പറയാനൊരു നാവും ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. പുസ്തകവും വായനയും അറിവും തന്നെയാണ് ഏത് മനുഷ്യൻ, അത് പൊതുപ്രവർത്തകനാവണമെന്നില്ല, ഏത് മനുഷ്യൻ്റെയും നിവർന്നു നിൽക്കാനുള്ള ഏറ്റവും വലിയ ആയുധം. ആ ആയുധത്തെ പരമാവധി മൂർച്ച കൂട്ടി പ്രയോജനപ്പെടുത്തിയ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ മാത്രമാണ് എനിക്ക് തോന്നിയ വികാരങ്ങൾ ഇങ്ങനെ കുത്തിക്കുറിച്ച് വെച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോഴും കഥയിലും കവിതയും ലേഖനത്തിലും പ്രസംഗത്തിലും സ്കൂളിലും കോളേജിലും ഒക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഈ പുസ്തകം എഴുതി തുടങ്ങിയത് കഴിഞ്ഞ കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് 2 തവണ കോവിഡ് വരികയും 2 തവണ ക്വാറൻറ്റൈനിൽ പോകേണ്ടി വരികയും ചെയ്തപ്പോൾ ആ സന്ദർഭത്തിൽ ആണ് ആദ്യമായി ഓർമ്മകളുടെ സ്നേഹതീരം എന്നൊരു പുസ്തകം എഴുതിയത്. മമ്മൂട്ടി, സിനിമാ നടൻ മമ്മൂട്ടിയാണ് ആ പുസ്തകം റിലീസ് ചെയ്തതും. പ്രിയമുള്ള MK സാനു മാസ്റ്ററാണ് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. ആ പുസ്തകം 4 എഡീഷൻ ആ പുസ്തകം ഗ്രീൻ ബുക്സ് പബ്ലിഷ് ചെയ്തു. എനിക്ക് തന്നെ ഏകദേശം 1 ലക്ഷത്തിൽ താഴെ രൂപയുടെ റോയൽറ്റി ആ പുസ്തകത്തിൽ നിന്നും ഗ്രീൻ ബുക്സ് എനിക്ക് തരികയുണ്ടായി. അതിലെഴുതിയതൊന്നും എനിക്ക് തോന്നിയ നേരത്തെ ഇവിടെ ശ്രീകുമാറും സുരേന്ദ്രനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ വാക്കുകൾ കുത്തിക്കുറിച്ച് എഴുതി വെച്ചു. അതൊരു പ്രസിദ്ധീകരണ യോഗ്യമുള്ളതാണെന്നൊന്നും തോന്നിയിട്ടായിരുന്നില്ല. മുറിയിൽ സ്വന്തം ഭാര്യ പോലും വാതിലിന് അവിടെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് പിന്നെ മൊബൈലിലേക്ക് മെസ്സേജ് തന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടി പറയുന്ന കോവിഡിൻ്റെ തീക്ഷ്ണതയിലിരുന്നപ്പോൾ മനസ്സിൽ തോന്നിയ ചില വ്യാകുലതകൾ, പുറത്ത് കണ്ട ചില കാഴ്ചകളും മനസ്സിൽ തോന്നിയ ചില വ്യാകുലതകളെയും കൂട്ടി കുത്തിക്കുറിച്ചതായിരുന്നു പുസ്തകം. പിന്നീട് 5 പുസ്തകങ്ങൾ എഴുതാനിടയായി. തീർച്ചയായും പലപ്പോഴും നമുക്ക് എനിക്ക് ഞാൻ നേരത്തെ ഇവിടെ തമ്പാൻജി പറഞ്ഞ പോലെ ഭയങ്കരമായ രാഷ്ട്രീയത്തോടുള്ള മടുപ്പ് വർദ്ധിച്ചു വരുന്നൊരു പൊതുപ്രവർത്തകനാണ്. വല്ലാത്ത മടുപ്പ് രാഷ്ട്രീയത്തോടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലം അത് കൂടി വരികയാണ്. ഞാനൊരു ഘട്ടത്തിൽ ഈ വെള്ളക്കുപ്പായും വെള്ള ഷർട്ടുമൊക്കെ ഉപേക്ഷിച്ച് കളർ വസ്ത്രമൊക്കെ ധരിച്ച് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി മനസ്സ് വെമ്പി അതിലേക്ക് പോകാൻ ആഗ്രഹിച്ച ആളായിരുന്നു. പിന്നെ ചില ആത്മസുഹൃത്തുക്കളുടെ സൗഹൃദ നിർബന്ധങ്ങൾക്ക് വഴങ്ങി കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ 2005 മുതൽ പിന്നെ സ്വകാര്യ പരിപാടികൾക്ക് ഷർട്ടിൻ്റെ നിറം വരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തമ്പാൻജി അറിയിക്കുകയാണ്. അദ്ദേഹം നേരെ സൂചിപ്പിച്ചതിന് കൂടി ഒരു സപ്പോർട്ടിങ് എന്ന നിലയിൽ വായിക്കാനും എഴുതാനും, കാരണം ജീവിതം നമ്മളെ എന്ത് പഠിപ്പിച്ചു, ഇനി എന്ത് പഠിക്കണം എന്നുള്ളൊരു ചോദ്യം. എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ തലവാചകം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം അതാണ്. ജീവിതം നമ്മെ എന്ത് പഠിപ്പിച്ചു, ഇനി എന്ത് പഠിക്കണം. അതിൽ ഞാൻ അതിൻ്റെ ആ പുസ്തകത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ഭാഗം എഴുതി കഴിഞ്ഞു. അത് ഈ ആത്മാംശമുള്ളത് അല്ല, അത് മുഴുവൻ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യാന്ത്രികതയും ആത്മാർത്ഥതയില്ലായ്മയും സത്യസന്ധതയില്ലായ്മയും വിളനിലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയം. ആർക്കും ആരോടും ഒരു ആത്മാർത്ഥതയില്ല, ആർക്കും ആരോടൊരു സത്യസന്ധതയില്ല.
സമൂഹത്തോട് ഒരു ബാധ്യതയില്ല, ഞാനും എൻ്റെ ചുറ്റുവട്ടവും എന്ന് മാത്രം ആഗ്രഹിക്കുന്ന സ്വാർത്ഥതയുടെ ഒരു മഹാസാഗരമായി മാറുകയാണ് രാഷ്ട്രീയവും ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ജീവിതം. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ മടുക്കുന്നതും മടുത്തു എന്ന് തീരുമാനിക്കുന്നതും. 70 വയസ്സ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ആളാണ്. 15 വർഷം MLA-യും 5 വർഷം MP-യും 6.5 വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിയും ഉൾപ്പെടെ 26.5 വർഷക്കാലം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിയാവാൻ അവസരമുണ്ടായ ആളാണ്. സ്കൂൾ പാർലമെൻറ്റും കോളേജ് യൂണിയനും ഒന്നും കൂടാതെ. എന്നിട്ട് പോലും ഒരു കാരണവശാലും 70 വയസ്സ് പൂർത്തിയായാൽ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ വേണ്ടി, പാർലമെൻ്ററി രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്വയം പ്രഖ്യാപിച്ച ആളാണ്. രാഷ്ട്രീയത്തിൽ തമ്പാൻജി റിട്ടയർമെൻറ്റ് നിർബന്ധമായി ഉണ്ടാകേണ്ട ഒന്നുകൂടിയായി മാറുകയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ നിരവധി അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രായാധിക്യത്തിലും ഓർമ്മബുദ്ധി ഉണ്ടായെങ്കിൽ പോലും രാഷ്ട്രീയത്തിന് നിർബന്ധമായും ഒരു റിട്ടയർമെൻറ്റ് വേണം, ജനപ്രതികൾക്കും റിട്ടയർമെൻറ്റ് വേണം. അങ്ങനെയുള്ളൊരു ഒരു കാലമാണ്. ഞാനതുകൊണ്ട് ഒരു വളണ്ടറി റിട്ടയർമെൻറ്റ് പോലെ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർമെൻറ്റിന് വേണ്ടി മോഹിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. എഴുതാൻ വേണ്ടി ഏറ്റവും നന്നായി എഴുതാനാണ് ശ്രീ MP സുരേന്ദ്രൻ ഇവിടെ ഇരിക്കുന്നത്. സുരേന്ദ്രേട്ടൻ പ്രഗത്ഭനായ എഴുത്തുകാരൻ, മാതൃഭൂമി ന്യൂസ് എഡിറ്ററായി റിട്ടയർ ചെയ്ത ആളാണ്. ശ്രീകുമാർ ഇതേപോലെ വീക്ഷണം ന്യൂസ് എഡിറ്റർ ആയിരുന്നു. തമ്പാൻജി നല്ല എഴുത്തുകാരനാണ്, തായാട്ടിരിക്കുന്നുണ്ട്. നേരത്തെ സംസാരിച്ച അബ്ദുൽ ഹമീദ് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി PhD പൂർത്തിയാക്കിയ സ്കോളറാണ്, പുസ്തകം കർത്താവാണ്. ഭയങ്കര ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഡൽഹിയിൽ ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന, ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത് മർദ്ദനമേറ്റതാണ് അബ്ദുൽ ഹമീദ്. ഇതൊക്കെ നമുക്ക് ഈ വക ആളുകളുമായുള്ളൊരു സമ്പർക്കം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി കുറേയും കൂടിയും എഴുതാൻ ആഗ്രഹിക്കുകയും കാണാൻ ആഗ്രഹിക്കുകയും ഇനിയും കാണാത്തത് ഒരുപാട് കാണുകയും കാണാൻ ആഗ്രഹിക്കുകയും കാണുന്നത് അനുഭവമായി ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം മറ്റാത്ത മയിൽപ്പീലി പോലെ അവയെ സൂക്ഷിച്ചു വെച്ച് ആവശ്യം വരുമ്പോഴെല്ലാം ആ മയിൽപ്പീലിയെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു അന്വേഷിയും സഞ്ചാരിയുമൊക്കെയായി മാറി പരമാവധി കിട്ടാവുന്നതെല്ലാം എഴുതി മനസ്സിൽ തോന്നുന്ന തിന്മയാണെന്ന് പറയാൻ, രാജാവ് ആയിരിക്കുമ്പോൾ രാജാവ് നഗ്നനാണെന്ന് തുറന്നു പറയാനുള്ള ആർജവത്വം കുറേയും കൂടിയും സംഭരിച്ച് അതിന് ആ ഒരു യാത്രയുടെ വഴിയിലൂടെ കൂടുതൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ. തമ്പാൻജി നേരത്തെ വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാരുടെ പേര് വന്നൊരു ദിവസമായിരുന്നു ഇന്ന്. യുവാക്കൾ വോട്ടർമാരാവാൻ ആഗ്രഹിക്കാത്തതിനെ കുറിച്ച് പരാമർശിച്ചത് കൊണ്ട് ആ ഒരു ത്രെഡിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പറയാനിടയായത്. അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഭയങ്കര മടുപ്പാണ് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക്. കള്ളന്മാരുടെ കൂടാരമായി രാഷ്ട്രീയം, അല്ലെങ്കിൽ അഴിമതിക്കാരുടെയും നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസരാഹിത്യമുള്ളവരുടെയും നിലപാടുകളില്ലാത്തവരുടെയും ഏതെങ്കിലും ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഏത് വാതിലുകളും മുട്ടാൻ മടിയില്ലാത്തവരുടെയും ഒരു കാളകൂട കേന്ദ്രമായി രാഷ്ട്രീയങ്ങൾ മാറുന്നൊരു കാലത്ത് നമുക്കൊന്നും അതിനെ ദഹിക്കാൻ പറ്റാത്തതായി തീരുന്നു എന്നുള്ളത് കൊണ്ട് മെല്ലെ 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 എഴുത്തിലേക്ക് കുറേയും കൂടി പോകാനും വായനയിലേക്ക് കുറച്ചും കൂടി ശക്തിയായി പോകാനും ആഗ്രഹിക്കുമ്പോഴാണ് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ കഴിഞ്ഞ തവണ ഞാൻ വന്നിരുന്നു. എൻ്റെ കടലിലെ മാഷും കരയിലെ ടീച്ചറും സ്പീക്കർ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നൽകി സ്പീക്കറായിരുന്നു കഴിഞ്ഞ തവണ ഇതേ പുസ്തകോത്സവത്തിൽ എൻ്റെ പുസ്തകം റിലീസ് ചെയ്തത്. അതിനുശേഷം 2 പുസ്തകങ്ങൾ പിന്നീട് കഴിഞ്ഞൊരു വർഷം കൊണ്ട് എഴുതാനിടയായി. 3 വർഷം തുടർച്ചയായി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സ്വന്തം പുസ്തകമായി പോകാൻ അവസരം കിട്ടുകയുണ്ട്. അപ്പോൾ ആ ഒരു മനസ്സിലേക്കാണ് ഞാൻ പോകുന്നത്. തായാട്ടിനും അടുത്ത് തന്നെ ഒരു പുതിയ പുസ്തകം വീണ്ടും തരും, ഗ്രീൻ ബുക്സിന് കൂടി തരും എന്നുകൂടി സ്നേഹത്തോടുകൂടി അറിയിച്ച്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നെ ഇപ്പോൾ കേട്ട് സഹിച്ചതിനും ഇവരെല്ലാവരും വ്യക്തിപരമായ കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞു എന്നുള്ളതിലുള്ള പരിഭവം കൂടി ഞാൻ പങ്കുവെച്ചുകൊണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളേക്കാൾ അപ്പുറത്ത് സോഷ്യലായ കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്നുകൂടി ഷെയർ ചെയ്തുകൊണ്ട് ഇത് ആരെങ്കിലും വ്യക്തിപരമായി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നായി ഈ പുസ്തകങ്ങൾ മാറരുത് എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നിയ കുറേ സങ്കടങ്ങൾ, എനിക്ക് തോന്നിയ കുറേ ഞാൻ വന്ന വഴി മറക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ഇന്നൊരു പക്ഷേ ഇന്ന് ഞാൻ സ്പീക്കറുടെ ഗസ്റ്റായി അല്ലെങ്കിൽ നിയമസഭയുടെ ഗസ്റ്റായി ഞാനിപ്പോൾ താമസിച്ചത് KTDC ചരിത്രത്തിലാണ്, ഈ നിയമസഭയുടെ ഗസ്റ്റായിട്ട്. ഞാനതല്ലാതെ തിരുവനന്തപുരം തമ്പാനൂരിൻ്റെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ
പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ പത്രം അറിയത്ത് വിരിച്ച് ഇവിടെ ഞാനും ശ്രീകുമാറും തിരുവനന്തപുരത്ത് ഒരു KSU മീറ്റിങ്ങിൽ വന്ന് തൃശ്ശൂർ പോകാൻ ബസ്സില്ലാതെ അടുത്ത ബസ് വെളുപ്പാങ്കാലത്ത് ഉണ്ടാവുള്ളൂ എന്നറിഞ്ഞപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ കടലാസ് വിരിച്ച് ഇപ്പോൾ തമ്പാനൂർ ചൈത്ര മോട്ടൽ തൊറ്റു കിടക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ വരാന്തയിൽ പത്രം വിരിച്ച് കിടന്ന് ഈ ഇരിക്കുന്ന ശ്രീകുമാറും ഞാനും പിന്നീട് വെളുപ്പാങ്കാലത്ത് തൃശ്ശൂരിലേക്ക് ട്രാൻസ്പോർട്ട് ബസ് കയറി പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വന്ന് തിരിച്ചു പോകാൻ ട്രെയിനിൽ പോകാനല്ല, ട്രെയിനിൽ അന്ന് പോയത് ബസ്സിൽ പോകാൻ പൈസ കയ്യിൽ ഇല്ലാതെ പരിചയമില്ലാത്ത ആളുകളോട് 5 രൂപ കടം ചോദിച്ച് ഈ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ബസ് കയറിപ്പോയ അനുഭവമുണ്ട്. അപ്പോൾ ആ തീക്ഷ്ണമായ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മനസ്സിനെ വ്യാകുലതപ്പെടുത്തുന്നത്. അതുകൊണ്ടൊരു വ്യാധിയുള്ള സങ്കടമുള്ള പ്രയാസമാണ്. ഇന്നാണെങ്കിൽ അത് ഒന്നിനും പ്രയാസം. ഇപ്പോൾ തീവണ്ടിയിൽ വരാൻ മുൻ MP എന്ന നിലയിൽ തീവണ്ടിയിൽ വരാൻ വേണ്ടി പിന്നെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ്സിലോ ഒക്കെ സൗജന്യ യാത്രയും കമ്പനിയെ വരെ സൗജന്യം കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടിയ ഒരു കാലമാണെങ്കിൽ പോലും ഇന്ന് പണ്ട് കപ്പയും മീനുമായിരുന്നു ഏറ്റവും വലിയ ഡെലീഷ്യസ് ഫുഡെങ്കിൽ ഇന്ന് വേറെ ഏത് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനുള്ള ഇപ്പം നിയമസഭയുടെ പെൻഷൻ കിട്ടും, പാർലമെൻറ്റ് പെൻഷൻ കിട്ടും, അതൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ സുഖലോലുപതയെ മാറ്റിവെക്കുന്നതാണ് കൂടുതൽ സൗകര്യം. കിട്ടുന്നതിൽ നിന്ന് മറ്റൊരാൾക്ക് കുറച്ചെങ്കിലും പങ്കുവെച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഏത് 5 സ്റ്റാർ ഫെസിലിറ്റി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. മറിച്ച് മുൻ MLA എന്ന നിലയിലും മുൻ MP എന്ന നിലയിൽ കിട്ടുന്ന പെൻഷനിൽ നിന്നും വീട്ടിൽ വന്ന് മരുന്ന് വാങ്ങാൻ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ് അതിരാവിലെ വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ലടിച്ച് ഇറയത്ത് നിൽക്കുന്ന ഒരാൾ വിളിച്ചിരുത്തി ഒരു കട്ടൻ ചായയും കൊടുത്ത് കയ്യിലുള്ള പൈസ ഇല്ലെങ്കിൽ അടുത്ത മെഡിക്കൽ ഷോപ്പിൽ കുറിപ്പും കൊടുത്ത് അവിടെ പോയി മരുന്ന് വാങ്ങിച്ചോളെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു നിർവൃതി വേറെ ഒന്നിനുമില്ല എന്നതുകൂടി വൈകാരികമായി സന്ദർഭത്തിൽ പങ്കുവെച്ചുകൊണ്ട് വളരെ വൈകാതെ ഞാൻ രാഷ്ട്രീയത്തിൽ വിരമിക്കുന്നത് കേട്ടാൽ നിങ്ങളാരും അത്ഭുതപ്പെടരുത് എന്നുകൂടി സൂചിപ്പിച്ചു. വളരെ ഈ പുസ്തകം ശ്രീകുമാർ പേടിക്കേണ്ട, ശ്രീകുമാർ മകളെ കൊണ്ടുവന്നത് ഞാൻ രാഷ്ട്രീയത്തിൽ വിരമിക്കുമെന്ന് പറഞ്ഞ ശ്രീകുമാർ എൻ്റെ കൂടെ 5 വർഷക്കാലം ഈ നിയമസഭയിൽ ഞാൻ MLA ആയിരിക്കുമ്പോൾ എൻ്റെ ഇടതുവശത്തും വലതുവശത്തും മുന്നിലും പിന്നിലും നിന്ന് സഹായിച്ച ആളാണ് ഇരിക്കുന്ന ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടറായ തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി കളക്ടറായ പ്രിയമുള്ള ശ്രീകുമാർ. ഞാനത് പറഞ്ഞപ്പോൾ ശ്രീകുമാർ മകളെ തോണ്ടി ഒരു വിഷാദം പങ്കുവെക്കുന്ന പോലെ തോന്നി. ശ്രീകുമാർ തോന്നുകയുണ്ടായി. പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴാണ് എങ്ങനെയാണ് സഞ്ചരിച്ച് പോകുന്നത് നമുക്കറിയാൻ പറ്റില്ല. ശ്രീകുമാറെ നമുക്ക് ചിലരുടെ മനസ്സ് ഇങ്ങനെയാകാം, അതൊരു ഭ്രാന്താകാം, നേരിട്ട് കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനോ ചികിത്സിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നാകാം. അങ്ങനെ ഒരു ചെറിയ ഭ്രാന്ത് ഉള്ള ഒരു കുഞ്ഞ് ഭ്രാന്തനായി തൽക്കാലം കണക്കാക്കുക. ഈ ഭ്രാന്ത് എഴുത്തായി തുടരും കഴിയട്ടെ എന്ന് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും സ്നേഹവും പ്രാർത്ഥനയും കൂടി ഉണ്ടാകണം എന്ന് സ്നേഹത്തോടു കൂടെ അഭ്യർത്ഥിച്ച് ഇങ്ങനെ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പ്രതാപൻ നായേട്ടനോട് പ്രത്യേകം ഒരു നന്ദി ഖരിതം ബുക്സിനോടും കൂടി പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ നേരത്തെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിലെ ലേഖനങ്ങൾ തുന്നിച്ചേർത്ത് ഈ അച്ചടിയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ലേഖനങ്ങൾ എന്ന പേരിൽ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ്. അത് വളരെ സന്തോഷമുണ്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ ചില സങ്കടങ്ങളും കണ്ടെത്തലാണ്. ഇനി വരാൻ പോകുന്നതാണ് നേരത്തെ പറഞ്ഞത്. ജീവിതം നമ്മെ എന്ത് പഠിപ്പിച്ചു, എന്ത് പഠിക്കണം, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്ത 4ാം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ കൂടി വരാൻ കഴിയട്ടെ എന്ന് ആശിക്കുന്നു. സുഹൃത്തുക്കളെ, അപ്പം ശ്രീകുമാറിനോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ പറയത്തൊന്നും ഗൗരവത്തിലെടുക്കണ്ട. കാരണം സർഗാത്മക മനസ്സിൻ്റെ ചില പ്രത്യേകതകളാണത്. അതൊരു കവിക്കും കലാകാരനുണ്ടാവുന്ന പൊതുവെ ഉണ്ടാവുന്നൊരു സംഭവമാണത്. അതുകൊണ്ടാണ് TN പ്രതാപനാവുന്നത്. അതുകൊണ്ടാണ് പ്രതാപൻ എഴുതാൻ കഴിയുന്നത്. സത്യത്തിൽ അതൊരു തിരഞ്ഞെടുത്ത ലേഖനങ്ങളായിട്ടല്ല ആയിരുന്നു അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് അതിലപ്പുറമുള്ള മറ്റെന്തൊക്കെയോ ആണത്. ഒരു പക്ഷേ കവിതയാണ്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ONVയുടെ ഗദ്യകവിതയാണ് എന്ന് പറഞ്ഞിട്ടാണ് സോമൻ മാഷത് അവസാനിപ്പിച്ചത്. ഗദ്യത്തെക്കുറിച്ച് ഇത് കവിതയായിട്ട് മാറുന്ന ഗദ്യം തന്നെയാണിത്. അതുകൊണ്ട് TN പ്രതാപൻ അതൊക്കെ പറയും. അതിലപ്പുറത്തേക്ക് TN പ്രതാപൻ 70 വയസ്സ് പെട്ടെന്ന് ആവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്കൊക്കെ ഒരു 10 വയസ്സ് കൂടുമ്പോൾ TN പ്രതാപൻ 2 വയസ്സ് കൂടിയാൽ മതി. 70 ഇങ്ങനെ മെല്ലെ എത്തിയാൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം സന്തോഷം. തൃശ്ശൂരിൽ നിന്ന് എത്തിയ നമ്മുടെ വളരെ മുതിർന്ന 2 പത്രപ്രവർത്തകർ, ആ പത്രപ്രവർത്തകരോട് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ബാക്കി എല്ലാവരോടും നിങ്ങളോടുമൊക്കെ നന്ദി പറയുന്നു.
ഇത്രയധികം ഓഡിയൻസ് ഈ സമയത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാനത് ഇവരോടൊക്കെ തന്നെ ഞാനും അത് പറഞ്ഞിരുന്നു, ഇവരുടെ ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞിരുന്നു. ടിയനോടുള്ള ബന്ധവും അടുപ്പവും ഒക്കെയാണ് നിങ്ങളവിടെ എത്തിച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം, പിരിച്ചു കൊടുത്തു നമ്മൾ.